शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्तेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्म प्रोज्जित कैदवोत्र परमो निर्मल्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गलितं फलं सुखमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव। पुत्रेति तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितिदीर्षदां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्ययिमा पुरो विभुः निर्माय शेते यदमूषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि।
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം തൃതീയ സ്കന്ധം 30-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവന്റെ സംസാരഗതി എന്ന വിഷയമാണ് ഭഗവാൻ അമ്മയ്ക്ക് അവതരിപ്പിക്കുന്നത്. വൈരാഗ്യമാണ് അതിൻ്റെ ഫലം. ഈ ലോകത്തിൻ്റെ സ്വഭാവം നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കി വിലയിരുത്തുമ്പോൾ നമുക്ക് ഈ ലോകത്തോടുള്ള ഇന്നുള്ള സമീപനമായിരിക്കില്ല പിന്നീടുണ്ടാവുന്നത്. വളരെ വിവേകപൂർവമായൊരു സമീപനമായിരിക്കും. ആ വിവേകപൂർവമായ സമീപനത്തെ തന്നെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. വൈരാഗ്യം വിവേകത്തിൻ്റെ സന്തതിയാണ്, വിവേകത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. വിവേകമില്ലാത്ത വൈരാഗ്യങ്ങളൊന്നും സ്ഥിരമായിട്ടുള്ള വൈരാഗ്യങ്ങളല്ല. പ്രസവ വൈരാഗ്യം, ശ്മശാന വൈരാഗ്യം, ശൃഗാല വൈരാഗ്യം എന്നൊക്കെ പറയും പോലെയുള്ള വൈരാഗ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വിവേകത്തിൽ നിന്ന് വേണം വൈരാഗ്യം ഉണ്ടാവാൻ. ആ വൈരാഗ്യം ശാശ്വതമായിരിക്കും. അപ്പോൾ ആ വിവേകം ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ഈ 30-ഉം 31-ഉം അധ്യായങ്ങളിലൂടെ ജീവന്റെ സംസാരഗതി കപില ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്നു. നമുക്ക് വായിക്കാം. 30-ാം അധ്യായം 34 ശ്ലോകങ്ങളാണ് ആകെയുള്ളത്. മുഴുവൻ വായിക്കാം, കുഴപ്പമില്ല, നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ 30-തമോऽധ്യായः. കപില ഉവാച. തസ്യൈദസ്യ ജനോ നൂനം നായം വേദോരുവിക്രമം കാല്യമാനോപി ബലിനോ വായോരിവ ഘനാവലിഃ യം യമർത്ഥമുപാദത്തെ ദുഃഖേന സുഖേദവേ തം തം ധുനോതി ഭഗവാൻ പുമാൻ ശോചതി യത്കൃതേ യദ്ധ്രുവസ്യ ദേഹസ്യ സാനുബന്ധസ്യ ദുർമതിഃ ധ്രുവാണി മന്യത്തെ മോഹാത് ഗൃഹക്ഷേത്രവസൂനി ച ജന്തുർവൈ ഭവയേതസ്മിൻ യാം യാം യോനിമനുവ്രജേത തസ്യാം തസ്യാം സലഭതേ നിർവൃതിം ന വിരജ്യത്തെ നരകസ്ഥോപി ദേഹം വൈ ന പുമാൻ ത്യക്തുമിച്ഛതി നാരക്യാം നിർവൃതൗ സത്യാം ദേവമായാ വിമോഹിതഃ ആത്മജായാ സുതാകാര പശുദ്രവിണബന്ധുഷു നിരൂഢമൂലഹൃദയഃ ആത്മാനം ബഹുമന്യത്തെ സന്തഖ്യമാന സർവാംഗഃ ഏഷാം ഉദ്വഹനാദിന കരോത്യവിരതം മൂഢോ ദുരിതാനി ദുരാശയഃ ആക്ഷിപ്താത്മേന്ദ്രിയ സ്ത്രീണാമസദീനാം ച മായയാ രഹോരചിതയാലാഭൈഃ ശിശൂനാം കളഭാഷിണാം ഗൃഹേഷു കൂടധർമ്മേഷു ദുഃഖതന്ത്രേഷ്വതന്ത്രിതഃ കുറുവൻ ദുഃഖപ്രതീകാരം സുഖവൻ മന്യത്തെ ഗൃഹീ അർത്ഥൈരാപാദിതൈർഗുർവ്യാ ഹിംസയാ ഇതസ്തതശ്ച താൻ പുഷ്ണാദി യേഷാം പോഷേണ ശേഷഭുക്യാത്യതഃ സ്വയം വാർത്തായാം ലുപ്യമാനായാം ആരബ്ധായാം പുനഃ പുനഃ ലോഭാഭിഭൂതോ നിസ്സത്വഃ പരാർത്തേ കുരുതേ സ്പൃഹാം കുടുംബഭരണാകൽപോ മന്ദഭാഗ്യോ വൃതോദ്യമഃ
ശ്രിയാ വിഹീന കൃപണോ ധ്യായൻ ശ്വസിതി മൂഢധീഹി ഏവം സ്വപരണാകൽപ്പം തത്കളത്രാദയസ്തദാ നാദ്രിയന്തേ യഥാ പൂർവം കീനാശായിവ ഗോചരം തത്രാപ്യജാത നിർവേദോ ബ്രിയമാണ സ്വയം മൃതൈഃ ജരയോ വാത്തവൈരൂപ്യോ മരണാവിമുഖോ ഗൃഹേ ആസ്തേ അവമത്യോപന്യസ്തം ഗൃഹപാലൈവാഹരൻ ആമയാവി അപ്രദീപ്താഗ്നിഃ അല്പാഹാരോൽപചേഷ്ടിതഃ വായുനോൽക്രമദോത്താരഃ കപസംരുദ്ധനാഡികഃ കാസശ്വാസകൃതായാസഃ കണ്ഡേ ഗുരഗുരായത്തെ ശയാന പരിശോചദ്ഭിഃ പരിഭീതസ്വബന്ധുഭിഃ വാച്യമാനോ വിനഭ്രൂതേ കാലപാശവശം ഗതഃ ഏവം കുടുംബഭരണേ വ്യാപൃതാത്മാ ജിതേന്ദ്രിയഃ മ്രിയതേ രുദതാം സ്വാനാം ഉരുവേദനയാസ്തദീഃ യമദൂതൗ തഥാ പ്രാപ്തൗ ഭീമൗ സരഭസേക്ഷണൗ സ ദൃഷ്ട്വാ ത്രസ്തഹൃദയഃ ശകൃന്മൂത്രം വിമുഞ്ചതി യാതനാദേഹ ആവൃത്യ പാശൈർബദ്ധ്വാ ഗളേ ബലാദ് നയതോ ദീർഘമധ്വാനം ദണ്ഡ്യം രാജപടായതാ തയോർനിർഭിന്ന ഹൃദയസ്തർജനൈർജാതവേപദുഃ പതിഷ്വഭിർഭക്ഷ്യമാണഃ ആർത്തോകം സ്വം അനുസ്മരൻ ക്ഷുത്രിട്പരീതോർക്കതവാനലാനിലൈഃ സന്തപ്യമാനഃ പതി തപ്തവാലുകേ കൃച്ഛ്രേണ പൃഷ്ഠേ കശയാ ച താഡിതഃ ചലത്യശക്തോപി നിരാശ്രമോദകേ തത്ര തത്ര പതൻ ശ്രാന്തോ മൂർച്ഛിതഃ പുനരുത്ഥിതഃ പഥാപാപീയസാ നീതഃ തമസാ യമസാദനം യോജനാനാം സഹസ്രാണി നവതിം നവചാദ്വനഃ ത്രിഭിർമുഹൂർത്തൈർദ്വാഭ്യാം വാ നീതഃ പ്രാപ്നോതി യാതനാഃ ആദീപനം സ്വഗാത്രാണാം വേഷ്ടയിത്വോൽമുഖാദിഭിഃ ആത്മമാംസാദനം ക്വാപി സ്വകൃത്തം പരതോപി വാ ജീവതശ്ചാന്ദ്രാഭ്യുദ്ധാര സ്വകൃദ്രൈര്യമസാദനെ സർപ്പവൃശ്ചികദംശാദ്യൈഃ ദശദ്ഭിഃ ചാത്മവൈശസം കൃന്ദനം ചാവയവശോ ഗജാദിഭ്യോഭിധാപനം പാതനം ഗിരിശൃംഗേഭ്യോ രോധനം ചാംബുകർത്തയോഃ യാസ്താമിശ്രാന്തതാമിശ്രാരൗരവാദ്യാശ്ച യാതനാഃ ഭുങ്ക്തേ നരോ വാ നാരീ വാ മിതഃ സംഗേന നിർമ്മിതാഃ അത്രൈവ നരകസ്വർഗഃ ഇതി മാധഃ പ്രചക്ഷത്തെ യാ യാതനാ വൈ നാരക്യഃ താ ഇഹാപ്യുപലക്ഷിതാഃ ഏവം കുടുംബം വിഭ്രാണഃ ഉദരം വര ഏവ വാ വിസൃജ്യേഹോഭയം പ്രേത്യ ഭുങ്ക്തേ തദ്ഫലമീദൃശം ഏകഃ പ്രപദ്യത്തെ ദ്വാന്തം ഹിത്വേദം സകളേബരം കുശലേതരപാധേയോ ഭൂതദ്രോഹേണ യദ്ഭൃതം ദൈവേനാസാദിതം തസ്യ ശമലം നിരയേ പുമാൻ ഭുങ്ക്തേ കുടുംബപോഷസ്യ ഹൃതവിത്തൈവാതുരഃ കേവലേന ഹ്യധർമ്മേണ കുടുംബഭരണോത്സുകഃ യാതി ജീവോ അന്തതാമിശ്രം ചരമം തമസഃ പദം അധസ്താൻ നരലോകസ്യ യാവതീർയാതനാദയഃ ക്രമശഃ സമനുക്രമ്യ പുനരത്രാവ്രജേത് ശുചിഃ. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ കാപിലയോപാഖ്യാനേ കർമ്മവിഭാഗോ നാമ 30തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം. അപ്പോൾ തൃതീയ സ്കന്ധത്തിൽ കപിലോപദേശം തുടരുകയാണ്. 25-ാം അധ്യായം മുതൽ ആരംഭിച്ചതാണ്. 33-ാം അധ്യായം വരെയും ഭഗവാൻ കപിലനും അമ്മയായ ദേവഹൂതിയുമായിട്ടുള്ള സംവാദവും
ആ ദേവഹൂതി ദേവിയുടെ ഗതിയും അങ്ങനെ കാപിലം എന്നറിയപ്പെടുന്ന കപിലോപാഖ്യാനമാണ്. ആദ്യം അമ്മയ്ക്കായിക്കൊണ്ട് ഭക്തിയോഗവും പിന്നീട് സാഖ്യയോഗവും അഷ്ടാംഗയോഗവും എല്ലാം വിശദീകരിച്ചു കൊടുത്തു. ധ്യാന പദ്ധതിയെല്ലാം പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട അമ്മ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഭക്തിയുടെ ലക്ഷണം കുറച്ചുകൂടി വിശദമായി പറഞ്ഞു തരാൻ, അതുപോലെ കാലത്തിൻ്റെ പ്രഭാവത്തെക്കുറിച്ച്, അതുപോലെ സംസാരഗതിയെക്കുറിച്ച്, ജീവന്റെ സംസാരഗതിയെക്കുറിച്ച്, അങ്ങനെ 29ാമത്തെ അധ്യായത്തിൽ 3 ചോദ്യങ്ങളാണ് അമ്മ ചോദിച്ചത്. അതിൽ 2 ചോദ്യങ്ങൾക്ക് അതേ അധ്യായത്തിൽ തന്നെ ഭഗവാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഭക്തിയോഗത്തിൻ്റെ ലക്ഷണങ്ങളും കാലത്തിൻ്റെ പ്രഭാവവും. ഈ 30ാം അധ്യായം 31ാം അധ്യായത്തിലും ജീവന്റെ സംസാരഗതിയാണ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇന്നലെ ആരംഭിച്ചു. ഏകദേശം 6 ശ്ലോകത്തോളം കണ്ടു അല്ലേ? 6 ശ്ലോകങ്ങളാണ് കണ്ടത്. നല്ലോണം ഓരോ ശ്ലോകങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ലോകത്തോട് നമ്മൾക്ക് ഇന്നുള്ളതായിട്ടുള്ള സംഘം അത് കുറഞ്ഞു വരും. ഇത് വിശദമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വിചാരം ചെയ്താൽ. അതാണ് വൈരാഗ്യം, നിവൃത്തി എന്നൊക്കെ പറയുന്നത്. ആ വിരക്തിയിലേക്ക് നമ്മളെ നയിക്കുന്നു. അപ്പോൾ 1ാം ശ്ലോകം മുതൽക്ക് നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. 6 ശ്ലോകങ്ങൾ. തസ്യൈദസ്യ ജനോ നൂനം നയം വേദോരു വിക്രമം കല്യമാനോപി ബലിനാവായോരിവ ഘനാവലിഹി. കാലത്തെക്കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ആ കാലത്തെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് സർവനാമ ശബ്ദം കൊണ്ട്, പ്രത്യേകിച്ച് ഇവിടെ കാലം എന്ന് എടുത്തു പറഞ്ഞില്ലെങ്കിലും ബലിന എന്നുള്ളൊരു ശബ്ദം കൊണ്ട് ബലിന കാലേന എന്ന് സൂചിപ്പിക്കാം. കാല്യമാനഹ അപി എന്ന് പറയുന്നുണ്ട്. കാല്യമാനൻ തന്നെയാണ് കാലൻ. എല്ലാറ്റിനെയും എടുത്തെറിയുന്നവൻ, പരസ്പരം കൂട്ടിച്ചേർക്കുന്നവനും എല്ലാറ്റിനെയും ഛിന്ന ഭിന്നമാക്കുന്നവനും. അങ്ങനെ ആ തസ്യ ഏതസ്യ, ഈ കാലത്തിൻ്റെ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ കാലത്തിൻ്റെ പരാക്രമത്തെക്കുറിച്ച് ഈ ജനങ്ങളൊന്നും അറിയുന്നില്ല. ഒരു ജന്തുക്കളും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. കാറ്റിനാൽ തട്ടിത്തെറിപ്പിക്കപ്പെടുന്ന മേഘങ്ങളുടെ അവസ്ഥയാണ് ഓരോ ജീവന്റെയും അവസ്ഥ. മേഘങ്ങൾക്കൊരു സ്വാതന്ത്ര്യവുമില്ല. ആ മേഘങ്ങളെ നിയന്ത്രിക്കുന്നത് കാറ്റാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികളും കാലത്താൽ നയിക്കപ്പെടുന്നു, കാലത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. ബ്രഹ്മലോക പര്യന്തമുള്ള ലോകങ്ങളടക്കം കാലത്തിന് അധീനമാണ്, നമ്മുടെ ശരീരം അടക്കം. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ബ്രഹ്മാവ് വരേക്കും സകലതും കാലത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. അപ്പോൾ ഈ ലോകത്തുള്ള ജനങ്ങൾ സുഖത്തിനായിക്കൊണ്ട് എന്തെന്ത് പദാർത്ഥങ്ങളെ സേവിച്ചു വെക്കുന്നുവോ, സംഭരിച്ചു വെക്കുന്നുവോ, അതിനെയൊക്കെ ഈ കാലം തകർത്ത് കളയുന്നു, നശിപ്പിച്ചു കളയുന്നു. അതിനെക്കുറിച്ച് ഓരോരുത്തരും ദുഃഖിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കാലം എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാലത്തിനാൽ ബാധിക്കപ്പെടുന്നതായിട്ടുള്ള ഈ ലോകത്തിലുള്ള ഏത് വസ്തുക്കളെ സമാഹരിച്ചാലും അതിൻ്റെ ഫലം ദുഃഖമായിരിക്കും. കാരണം നമ്മൾ ഇത് നശിക്കില്ല എന്ന് കരുതി, അനശ്വരം എന്ന് കരുതിയാണ് എല്ലാം സമ്പാദിച്ചു വെക്കുന്നത്. പക്ഷെ കാലം എല്ലാറ്റിനെയും നശിപ്പിച്ചു കളയണു, എല്ലാം നശ്വരമാണ് എന്ന് കാണിച്ചു തരുന്നു. അപ്പം അത് കാണുകയാണ് വേണ്ടത്. എല്ലാം നശ്വരമാണ്, എല്ലാം അനിത്യമാണ്, ഒന്നിനെയും ആശ്രയിക്കാൻ കൊള്ളില്ല.
എന്നുള്ള ബോധമാണ് നമ്മളിൽ ഉറക്കേണ്ടത്. പക്ഷെ അത് ഉറക്കാത്ത ആളുകളെ അടുത്ത ശ്ലോകത്തിൽ ദുർമതി എന്ന് പറഞ്ഞു. അധ്രുവമായ ഈ ദേഹത്തിൽ ദുർമതിയായി അതിൻ്റെ അനുബന്ധങ്ങളോടുകൂടി, അതിൻ്റെ ബന്ധുമിത്രാദികളോടുകൂടി എല്ലാം അധ്രുവങ്ങളാണെങ്കിലും ധ്രുവാണി മന്യത്തെ മോഹാത്, എല്ലാം ശാശ്വതമാണ് എന്ന് മോഹം കൊണ്ട്, മൂഢത കൊണ്ട്, അവിവേകം കൊണ്ട് കരുതുന്നു. ഗൃഹം ക്ഷേത്രം വസൂനിച്ച, വീടും വയലും ധനങ്ങളും എല്ലാം തന്നെ നിത്യമാണ്, ശാശ്വതമാണ് എന്ന് കരുതുന്നതാണ് ശോകകാരണം. ദുർമതിയാണ് ശോകകാരണം. ദുഷിച്ച ബുദ്ധി, ബുദ്ധിയെ വേണ്ട പോലെ ഉപയോഗിക്കാതെ അത് മുഷിഞ്ഞുപോയി, അത് ദുഷിച്ചുപോയി. അങ്ങനെ ദുഷിച്ച ബുദ്ധിയാണ് ഇവിടെ ദുഃഖ കാരണം. അപ്പോൾ ആ ദുർമതിത്വം ഒന്നുകൂടെ വിശദമാക്കുകയാണ് വരുന്ന 14 ശ്ലോകങ്ങളിലൂടെ. ജന്തുർവൈ ഭവയേതസ്മിൻ യാം യാം യോനിം അനുവ്രജേത തസ്യാം തസ്യാം സലഭതേ നിർവൃതിം ന വിരജ്യതേ. എല്ലാ ജീവന്മാരും, ജന്തുക്കളെല്ലാം തന്നെ ഏതസ്മിൻ ഭവേ, ഈ സംസാരത്തിൽ യാം യാം യോനിം അനുവ്രജേത്, ഏതേത് ശരീരത്തെ സ്വീകരിക്കുന്നുവോ പ്രാപിക്കുന്നുവോ, തസ്യാം തസ്യാം സഹ നിർവൃതിം ലഭതേ, അതാത് ദേഹങ്ങളിൽ അവൻ നിർവൃതിയെ പ്രാപിക്കുന്നു. ഒരു പുഴുവിൻ്റെ ശരീരമാണെങ്കിലും, ഒരു ഈച്ചയുടെയും കൊതുവിൻ്റെയും പാറ്റയുടെയും പന്നിയുടെയും കഴുതയുടെയും പോത്തിൻ്റെയും ഏത് വൃത്തികെട്ട ജന്തുവിൻ്റെയാണെങ്കിലും ശരീരമാണെങ്കിലും അതിൽ അഭിമാനിക്കുന്നു. ഇത് തന്നെയാണ് കേമം എന്ന് കരുതുന്നു. നിർവൃതിം ലഭതേ ന വിരജ്യതേ, അല്പം പോലും അതിൽ വെറുപ്പുണ്ടാവുന്നില്ല, വിരക്തി ഉണ്ടാകുന്നില്ല. എല്ലാ ജന്തുക്കൾക്കും സ്വന്തം ദേഹം പ്രിയപ്പെട്ടതാണ്. അതിനെ നിലനിർത്താനായിക്കൊണ്ട് സകല ജന്തുക്കളും പെടാപാടുപെടുന്നു. എത്ര വൃത്തികെട്ട ശരീരമാണെങ്കിലും, അത് മനുഷ്യനാണെങ്കിലും അവൻ്റെ ശരീരം ഒന്നിനും കൊള്ളാതെ ആയാലും അതിനെയും നിലനിർത്താനായിക്കൊണ്ട് അവൻ ആവുന്നതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നരകസ്തോപി ദേഹം വൈനപുമാൻ ത്യക്തുമിച്ഛതി നാരക്യാം നിർവൃതൗ സത്യാം ദേവമായ വിമോഹിത. നരകസ്ഥ അഭി, ദുഃഖ യോനികളാണ്, നരകത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ്, നീചമായിട്ടുള്ള യോനികളിലാണ് കഴിയുന്നത്. എന്നിരുന്നാലും ആ പുരുഷൻ നാരക്യാം നിർവൃതൗ സത്യം, ആ നരകസംബന്ധിയായ സുഖങ്ങളിൽ മുഴുകിക്കൊണ്ട്, അതുള്ളതുകൊണ്ട് ദേഹം തെക്തും ന ഇച്ഛതി, ആ ദേഹത്തെയും ത്യജിക്കുവാൻ ഇച്ഛിക്കുന്നില്ല, എത്ര വൃത്തികെട്ട ദേഹമാണെങ്കിലും. കാരണം ദേവമായ വിമോഹിത, ദേവമായ വിമോഹിത എന്ന് വെച്ചാലോ, ദേവമായ എവിടെയാ പ്രവർത്തിക്കുക? ഇന്ദ്രിയങ്ങളിൽ തന്നെയാണ്. അപ്പൊ ഇന്ദ്രിയ ലോലുപന്മാരായിട്ട്, ഇന്ദ്രിയ വിഷയങ്ങളിൽ ലോലുപന്മാരായിക്കൊണ്ട് ഓരോ ജന്തുക്കളും അതാത് ശരീരത്തെ പ്രിയമായി കരുതി അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. നല്ല ശരീരം നൽകാമെന്ന് പറഞ്ഞാലും അതിന് തയ്യാറല്ല. എനിക്ക് ഉള്ളത് കളയാൻ വയ്യ, നല്ല ശരീരം കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഗ്യാരണ്ടി ഇല്ല, നിങ്ങൾ വെറുതെ പറഞ്ഞ് എന്നെ മോഹിപ്പിക്കരുത്, അതുകൊണ്ട് ഞാൻ ഉള്ളത് വിടാൻ തയ്യാറില്ല. അല്ലേ? കക്ഷത്തുള്ളത് വിട്ടാൽ മാത്രമേ ഉത്തരത്തിലുള്ളത് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഉത്തരത്തിലുള്ളത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് കക്ഷത്തിലുള്ളത് വിടാൻ തയ്യാറല്ല. കക്ഷത്തിലുള്ളത് ചീഞ്ഞതാണെങ്കിലും നാറിയതാണെങ്കിലും ഉത്തരത്തിലുള്ളത് നല്ലതാണെങ്കിലും കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ കക്ഷത്തിലുള്ളതിനെ വിടാതെ മുറുക്ക പിടിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അപ്പോൾ ദേവമായ വിമോഹിത, ദേവമായ കൊണ്ട് വിമോഹിതരാണ് എല്ലാവരും. എല്ലാ ചെടികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്. എല്ലാറ്റിനും പ്രകൃതി ഓരോ ശക്തിയും കൊടുത്തിരിക്കുന്നു എക്സിസ്റ്റ് ചെയ്യാനായിട്ട്, വേറെ ആരും നശിപ്പിച്ച് കളയാതിരിക്കാനായിട്ട്. അല്ലേ? ചിലർക്കൊക്കെ മുള്ളു കൊടുത്തിരിക്കുന്നു, ജന്തുക്കൾക്കും സസ്യങ്ങൾക്കൊക്കെ മുള്ള്, ആരും അടുത്തേക്ക് വരാതിരിക്കാനായിട്ട്, ഉപദ്രവിക്കാതിരിക്കാൻ, നശിപ്പിക്കാതിരിക്കാൻ. ചിലർക്ക് വിഷം,
എന്താ, എന്തിനു വേണ്ടിയാ വിഷം? ആ വിഷം സ്വന്തം നിലനിൽപ്പിനാ. മറ്റുള്ളവരെ വേണ്ടി വന്ന ദംശിച്ച് അവരെ വിഷബാധ ഏൽപ്പിച്ച് അവർ മരിച്ചാലും എനിക്ക് എങ്ങനെയെങ്കിലും നിലനിൽക്കണം. അപ്പോൾ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ധ്യാനിക്കണം. എനിക്ക് നിലനിൽക്കണം, എനിക്ക് വലിയ ശക്തിയൊന്നുമില്ല ശാരീരികമായിട്ട്, മറ്റുള്ള വലിയ ജന്തുക്കൾ എന്നെ ഹിംസിക്കും, എന്നെ കൊന്നുകളയും, എന്നെ ശാപ്പിട്ട് കളയും, അതുകൊണ്ട് എനിക്ക് രക്ഷയ്ക്കായിക്കൊണ്ട് എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞ് ഈശ്വരനോട് പ്രാർത്ഥിച്ചപ്പോൾ ഈശ്വരൻ കൊടുത്തതാണ് വിഷവും മുള്ളും, ചിലർക്ക് നാറ്റം, ദുർഗന്ധം, അല്ലേ? അങ്ങനെ ഓരോ രീതിയിൽ ശത്രുക്കളെ അകറ്റാനുള്ള പണികൾ, രക്ഷപ്പെടാനുള്ള വഴികൾ, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള വഴികൾ അവർ ധ്യാനിച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ച് നേടിയിരിക്കുന്നു. അപ്പോഴും ഈ ശരീരം ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല എന്നർത്ഥം. ദേവമായ മോഹിത. ആത്മജായാ സുതാകാര പശുദ്രവിണ ബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യത്തെ. തൻ്റെ ദേഹത്തിലും തൻ്റെ ഭാര്യയിലും തൻ്റെ പുത്രനിലും തൻ്റെ വീട്ടിലും പശുവിലും ധനത്തിലും ബന്ധുക്കളിലും നിരൂഢമൂലഹൃദയ, നല്ല വേരുറച്ച ഹൃദയത്തോടു കൂടിയവനായിട്ട്, നിരൂഢമൂലം, നിതരാം രൂഢമൂലം, നല്ല പോലെ വേരുറച്ചു ഹൃദയത്തിന്, മനസ്സിന്. അങ്ങനെ ആത്മാനം ബഹുമന്യത, ഞാൻ കേമനാണ് കേട്ടോ, എനിക്ക് ദുഃഖമുണ്ട്, എൻ്റെ വേരുകൾ വളരെ സുരക്ഷിതമാണ്, എനിക്ക് നല്ല ശരീരമുണ്ട്, എനിക്ക് സുന്ദരിയായ ഭാര്യയുണ്ട്, നല്ല ആരോഗ്യവാന്മാരും മിടുക്കന്മാരുമായിട്ടുള്ള മക്കളുണ്ട്, നല്ല ഗൃഹമുണ്ട്, എനിക്ക് വാഹനങ്ങളുണ്ട്, പശുക്കളുണ്ട്, വളർത്തുമൃഗങ്ങളുണ്ട്, എനിക്ക് ധാരാളം ബാങ്ക് ബാലൻസും ഭൂമിയും സ്വർണവും ധനങ്ങളൊക്കെ ഉണ്ട്, ധാരാളം സഹായികളായിട്ടുള്ള ബന്ധുക്കളുണ്ട്, അവരിലൊക്കെ എൻ്റെ മനസ്സ് വേരുറപ്പിച്ചിരിക്കുകയാണ്, എന്നിട്ട് അഭിമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതെല്ലാം ശാശ്വതമെന്ന് കരുതി, തൻ്റെ വേരിന് ഇളക്കം വരില്ല എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ഈ കാലം യമന്റെ രൂപത്തിൽ വന്നിട്ട് ഇവന്റെ വേരുകൾ എത്ര ബലമുള്ളതാണെങ്കിലും അതിൽ നിന്നൊക്കെ പുഴക്കിയെടുത്ത് അവനെ വലിച്ചെടുത്തോണ്ട് പോകുന്നത്. അപ്പോൾ വല്ലാത്ത വേദനയായിരിക്കും. അതാണ് ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. സന്ദഹ്യമാന സർവാംഗഃ യേഷാം ഉദ്വഹനാധിനാ കരോതി അവിരതം മൂഢോ ദുരിതാനി ദുരാശയഃ. സന്ദഹ്യമാന സർവാംഗഃ യേഷാം ഉദ്വഹനാദിനാ കരോതി അവിരതം മൂഢോ ദുരിതാനി ദുരാശയഃ. ഈ മൂഢൻ, ഈ ഭാര്യ മക്കള് ഇതൊക്കെ തൻ്റേതാണെന്ന് കരുതി, ഇവരൊക്കെ തനിക്ക് സുഖം നൽകുന്നവരാണെന്ന് കരുതിക്കൊണ്ട് മൂഢഃ, മോഹിതനായിട്ട്, തെറ്റിദ്ധരിച്ചവനായിട്ട്, ചിന്തിക്കാത്തവനായിട്ട്, ദുരാശയഃ, ദുഷിച്ച അന്ധക്കരണത്തോടു കൂടിയവനായിട്ട്, യേഷാം ഉദ്വഹനാദിന സന്ദഹ്യമാന സർവാംഗഃ. യേഷാം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ, ഈ ഭാര്യയുടെയും മക്കളുടെയും വീട്ടു വളർത്തു മൃഗങ്ങളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഉദ്വഹനം. ഉദ്വഹനം എന്ന് പറഞ്ഞാൽ അവരുടെ ഭാരം വഹിക്കൽ തന്നെയാണ്. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുക, അതാണ് ഉദ്വഹനം. വിവാഹം തന്നെയാണ്, ഉദ്വാഹം തന്നെയാണ്. വിവാഹം എന്നുള്ളത് ഭാര്യ മക്കളെ പോറ്റാനുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ബന്ധുക്കളുണ്ട്, വീടുണ്ട്, വീട്ടിലെ സാമഗ്രികളുണ്ട്, വളർത്തുമൃഗങ്ങളുണ്ട്, എല്ലാറ്റിനെയും വഹിക്കുന്നുണ്ട്. എല്ലാം തലയിലായിരിക്കുന്നത്. ഈ മൂടന്റെ തലയിലാണ് എല്ലാം ഇരിക്കുന്നത്. അവൻ ഭാരം ചുമക്കുകയാണ്. ഉദ്വഹനാദിന സന്ദഹ്യമാന സർവാംഗഃ. ഇതൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ സർവ്വ അംഗങ്ങളും ദഹിക്കുന്നുണ്ട്.
അവൻ ഓരോ ദിവസവും നെട്ടോട്ടം ഓടുകയാണ്. ആർക്ക് വേണ്ടി? ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, വീട്ടിലെ മൃഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, വീട്ടിലെ സാമഗ്രികൾ രക്ഷിക്കാൻ വേണ്ടി, താൻ സമ്പാദിച്ച ധനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, തന്റെ വീട് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി അതിനെ രക്ഷിക്കാൻ വേണ്ടി, തന്റെ ദേഹം അതിനേക്കാൾ എന്നും ഓട്ടയടച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എല്ലാ ഭാഗത്തുനിന്നും തന്നെ ദഹിപ്പിക്കുന്നുണ്ട്. ഭാര്യയുടെ രൂപത്തിൽ ദഹിപ്പിക്കുന്നുണ്ട്, മക്കളുടെ രൂപത്തിൽ ദഹിപ്പിക്കുന്നുണ്ട്, ബന്ധുക്കളുടെ രൂപത്തിൽ ദഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ചിന്തിക്കുന്നില്ല, അറിയുന്നില്ല. എല്ലാം സുഖമെന്ന് കരുതുകയാണ്. സന്ദഹ്യമാന സർവാംഗ, എല്ലാ അംഗങ്ങളും ദഹിക്കപ്പെട്ടിട്ട് പോലും അവിരതം ദുരിതാനി കരോതി. അവിരതം, വിരതിയില്ലാതെ, വിരാമമില്ലാതെ, വിത്തൗട്ട് എനി ബ്രേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിന്? ദുരിതാനി കരോതി. ദുരിതങ്ങൾ എന്നാൽ പാപങ്ങൾ, പാപകർമ്മങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തിനാ? ഈ കുടുംബ പോഷണത്തിന്. ഈ ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും വീട്ടുമൃഗങ്ങളെയും വളർത്താനും പോഷിപ്പിക്കാനുമായിട്ട് പാപം ചെയ്തു കൂട്ടുന്നു. നമ്മുടെ വാത്മീകിയെ പോലെ അല്ലേ, രത്നാകരൻ. വാത്മീകി രത്നാകരനായിരുന്ന പോലെ, അല്ലെങ്കിൽ അജാമിളൻ ചെയ്തതുപോലെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഓരോ ദുഷ്ടന്മാരും ചെയ്യുന്നത് പോലെ ആളുകളെ കൊള്ളയടിച്ചും വേദനിപ്പിച്ചും തട്ടിപ്പറിച്ചും കൊല ചെയ്തും ആളുകളുടെ മുതല് എങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കണം, തൻ്റെ കയ്യിലാവണം. ആരുടെ മണ്ടയിൽ മുള കരച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. താൻ കാരണം ആര് ആത്മഹത്യ ചെയ്താലും ആർക്ക് മരണം സംഭവിച്ചാലും അതൊന്നും ഒരു പ്രശ്നമല്ല. തൻ്റെ ഭാര്യയും മക്കളും സന്തോഷമായിരിക്കണം. അവരാവശ്യപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അവരാവശ്യപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അവർക്ക് വേണ്ട ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അവരാവശ്യപ്പെട്ട കാറുകൾ വാങ്ങിച്ചു കൊടുക്കണം. അവരാവശ്യപ്പെട്ട വീട്ടുപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് സ്കൂളിൽ ചെന്ന് പൊങ്ങച്ചം കാണിക്കാനുള്ള വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കണം. കൂട്ടുകാരെയൊക്കെ കാണിച്ച് അങ്ങനെ പൊങ്ങച്ചം കാണിക്കാനുള്ള ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണോ ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും പുലർത്താനായിക്കൊണ്ട് നിരന്തരം പാപങ്ങൾ ചെയ്ത് ധനമാർജിക്കുന്നു. സമ്പാദിച്ചുകൊണ്ടേയിരിക്കണം, ഓടിക്കൊണ്ടേയിരിക്കണം. ആള് സ്വയം ചുട്ടു നേറിക്കൊണ്ടാണ് ഓടുന്നത്, നിൽക്ക കള്ളിയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പകല് മുഴുവൻ തൻ്റെ വരുമാനത്തിനായി കൊണ്ടുള്ള ജോലി ചെയ്ത് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഭാര്യ ചോദിക്കുക, അത് കൊണ്ടുവന്നോ, ഇത് കൊണ്ടുവന്നോ. മക്കൾ ചോദിക്കുക, എന്താ കയ്യിലൊന്നും ഇല്ലാത്ത. അച്ഛനോട് രാവിലെ പോകുമ്പോൾ തന്നെ പറഞ്ഞതല്ലേ. അല്ല വല്ല വിദൂരത്തോ വിദേശത്തോ ഒക്കെയാണ് ഈ സമ്പാദിക്കുന്ന ഗൃഹനാഥനെങ്കിൽ അയാൾ തിരിച്ചു വരുമ്പോൾ അയാളെ അല്ല നോക്കുന്നത്, അയാൾ ക്ഷീണിച്ചിട്ടുണ്ടോ, അയാളുടെ മുഖം വാടിയിട്ടുണ്ടോ എന്നല്ല നോക്കണം. അയാളുടെ കയ്യിൽ എത്ര പെട്ടിയുണ്ട്, പെട്ടിക്കകത്ത് എന്തൊക്കെ ഉണ്ട് ഇല്ലേ. ഒന്നും കൊണ്ടുവന്നില്ലേ, എന്താ വെറും കയ്യും വീശി വന്നിരിക്കണമെന്ന് ചോദിക്കും. ബന്ധുക്കളൊക്കെ ചുറ്റും കൂടിയുണ്ടാവും വരവേൽക്കാൻ. വരവേൽപ്പിന് മാത്രമേ ബന്ധുക്കൾ ഉണ്ടാവുള്ളൂ, സെൻഡ് ഓഫിന് ആരെയും കാണില്ല. നമ്മൾ കാണുന്നതാണ് ചുറ്റും അല്ലേ. അപ്പോ സന്ദഹ്യമാന സർവാംഗ യേഷാം ഉദ്വഹനാധിന കരോതി അവിരതം മൂഢോ ദുരിതാനി ദുരാശയ. നിരന്തരം ദുരിതങ്ങളെ ചെയ്ത് ദുഷിച്ച മനസ്സോടുകൂടെ ദഹിച്ചുകൊണ്ട് ഓരോ ദിവസവും ഉരുകിക്കൊണ്ട് ഭാര്യ മക്കളെ പോറ്റാനായിക്കൊണ്ട് പെടാപാടുപെടുന്നു ഈ മൂഢൻ. ഈ മൂഢന് ജീവിക്കാൻ അറിഞ്ഞുകൂടാ. മൂഢന് ജീവിക്കാൻ അറിഞ്ഞുകൂടാ. കുചേലനെ കണ്ടുപഠിക്കണം. കുചേലൻ നല്ലോണം ജീവിക്കാൻ അറിയുന്ന ആളാ. എതിർച്ചാലാഭ സന്തുഷ്ട. അദ്ദേഹത്തിന് ഒരു ആക്രാന്തവുമില്ല.
ഭാര്യാമക്കളെ പോഷിപ്പിക്കാൻ വേണ്ടി ഒരു പാപത്തിനും അദ്ദേഹം തയ്യാറല്ല. ധാർമ്മികമായി ഈശ്വരൻ എന്തുകൊണ്ട് കൊടുക്കുന്നുവോ അതിൽ സന്തുഷ്ടനായിട്ട് എപ്പോഴും മനസ്സ് ഈശ്വരനിൽ ഉറപ്പിച്ചുകൊണ്ട് യാതൊരു ആവലാതിയുമില്ലാതെ സന്തുഷ്ടനായിട്ടാണ്. എതിർച്ചാലാഭ സന്തുഷ്ട. അപ്പൊ കുചേലനെ പോലെ ബുദ്ധിമാൻ ആരുമില്ല വാസ്തവത്തിൽ. പക്ഷേ നമ്മളൊക്കെ വലിയ ബുദ്ധിമാന്മാരാണെന്ന് വിചാരം. എന്നിട്ട് കുചേലന്മാരെ നമ്മൾ പരിഹസിക്കും നന്നായിട്ട്. നമ്മുടെ ചുറ്റുപാടുള്ള മര്യാദയ്ക്ക് ജീവിക്കുന്ന കുചേലന്മാരുണ്ടാവും. മറ്റുള്ളവരെ ഉപദ്രവിച്ചും അഴിമതി കാണിച്ചും കൊള്ളരുതായ്മ കാണിച്ചും ചന്തിച്ചും വഞ്ചിച്ചും സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടാവില്ല. താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം അർഹതയുള്ളവർക്ക്, ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്തുകൊണ്ട് തനിക്കുള്ളത് കൊണ്ട് സന്തോഷമായി കഴിയുന്ന മഹാത്മാക്കളുണ്ട് നമ്മുടെയൊക്കെ ചുറ്റും. പക്ഷെ അവരെയൊക്കെ നമുക്ക് പരിഹാസമാണ്. ഇങ്ങനെയാണോ ജീവിക്കുക എന്ന് ഈ കൊള്ളക്കാരും കള്ളന്മാരും പാപികളും മൂഢന്മാരും ഇവരെ നോക്കി പുച്ഛിക്കും, പരിഹസിക്കും. അതാണ് ഇന്നത്തെ ഈ കലികാലത്തെ സമൂഹം. മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ പരിഹാസമാണ് ഈ ലോകത്തിന്. പക്ഷെ അവർക്ക് ഉള്ളതൊരു ശാന്തിയുണ്ട്, അവർക്ക് സമാധാനമുണ്ട്, അവർക്ക് സന്തോഷമുണ്ട്. അതാണ് വേണ്ടത് എന്ന് മൂഢജനങ്ങൾ അറിയുന്നില്ല. ഈ ചുറ്റുമുള്ള സ്രാവുകളും മുതലകളും കടിച്ചു കീറുന്ന മറ്റുള്ള ജന്തുക്കളെയും പോലെയാണ് ഭാര്യയും മക്കളും തന്നെ എല്ലാ ഭാഗത്തുനിന്നും കടിച്ചു കീറുന്നത് എന്ന് മനസ്സിലാക്കാതെ അവർക്ക് വേണ്ടി തന്നെ വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രത്നാകരൻ ഒരു ദിവസം തിരിച്ചറിവുണ്ടായി. രത്നാകരൻ വാത്മീകിയായി മാറി. നമുക്കൊക്കെ എന്താണാവോ തിരിച്ചറിവുണ്ടാവണത്? രത്നാകരന് തിരിച്ചറിവുണ്ടായി. താൻ ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നുവോ, ആർക്ക് വേണ്ടി പാപം ചെയ്യുന്നുവോ, ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നുവോ, അതേ ഭാര്യയും മക്കളും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അങ്ങ് ചെയ്യുന്ന പാപങ്ങളുടെ ഫലം അങ്ങ് ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ മതി, ഞങ്ങൾ അതിൽ പങ്കില്ല. ഞങ്ങൾക്ക് അതിൽ ഒട്ടും പങ്കില്ല. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് മുതലൊക്കെ കൊണ്ടു തന്നോളൂ, പാപം കൊണ്ടു തരണ്ട, പാപം അങ്ങ് ഒറ്റയ്ക്ക് വഹിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് താൻ എത്ര വഞ്ചിതനായിരിക്കുന്നു എന്ന് ആ രത്നാകരന് പോലും മനസ്സിലായി. കാട്ടാളനായിരുന്ന, കൊള്ളക്കാരനായിരുന്ന രത്നാകരന് പോലും മനസ്സിലായി ഈശ്വര കാരുണ്യം കൊണ്ട്. അദ്ദേഹം വളരെ പെട്ടെന്ന് സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് വാത്മീകി മഹർഷിയായി മാറി. ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം, രാമായണം നിലനിൽക്കുന്നിടത്തോളം കാലം ആ നാമം എന്നും നിലനിൽക്കുന്നതായി മാറി. ആ വാത്മീകിയെ പോലെ എന്നാണ് നമുക്കൊക്കെ തല തിരിയാൻ പോകുന്നത്, വിവേകം ജനിക്കാൻ പോകുന്നത്? ഇന്ന് മൂഢജനങ്ങൾ കൽപ്പിക്കുന്ന വാല്യൂ അല്ല വാസ്തവത്തിൽ ജീവിതത്തിൽ വേണ്ടത്. ഒരു വാല്യൂസും ഇല്ലാത്ത മൂഢന്മാരാണ് ഇന്ന് ലോകത്തിന്റെ വാല്യൂസിനെ നിശ്ചയിക്കുന്നത്. അതിനെ തള്ളിപ്പറഞ്ഞ് യഥാർത്ഥ മൂല്യങ്ങൾ ഏതാണ്, ശാശ്വതമായ മൂല്യങ്ങൾ ഏതാണ് എന്ന് തിരിച്ചറിയാറാവണം. അങ്ങനെയുള്ളവരെയാണ് ബഹുമാനിക്കേണ്ടത്. ജീവിതത്തിൽ നല്ല മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന, ആരെയും ഉപദ്രവിക്കാതെ, ആരെയും ഹിംസിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ, അധ്വാനിച്ച് തനിക്ക് ധാർമ്മികമായി എന്ത് കിട്ടുന്നുവോ
അതുകൊണ്ട് ലളിതമായ ജീവിതം നയിക്കുന്ന, മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുത്ത് ജീവിക്കുന്ന, അങ്ങനെയുള്ള സജ്ജനങ്ങളെ ബഹുമാനിക്കുന്ന ഒരു കാലം അതുണ്ടാകുമോ? ആ കാലം തിരിച്ചു വരുമോ? ചിന്തിക്കുക. നമ്മളാവട്ടെ അതിലുള്ള എന്താ പറയുക മുൻഗാമികൾ. ഈ കലിയുഗത്തിൽ ആ മാർഗത്തിലേക്ക് തിരിച്ചു പോകുന്ന മുൻഗാമികൾ നമ്മളാവട്ടെ, നമ്മൾ ഓരോരുത്തരുമാവട്ടെ. മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധാർമ്മികമായ ജീവിതത്തിലൂടെ വരുന്ന വരുമാനം കൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ, സന്തോഷമായിട്ട് ജീവിക്കാൻ, ഉള്ളതുകൊണ്ട് ജീവിക്കാൻ, മറ്റുള്ളവരുടെ മുതൽ അപഹരിക്കാതെ ജീവിക്കാൻ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ, അല്ലാതെ നമ്മുടെ ഭാര്യയും മക്കളെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ എന്ത് തോന്നിയവാസത്തിനും കൂട്ടുനിൽക്കാതെ, അവർ തോന്നിയവാസമാണ് പറയുന്നതെങ്കിൽ അത് തോന്നിയവാസമാണെന്ന് പറഞ്ഞ് അത് സാധിച്ചു തരില്ല എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണം. അതിന് ധൈര്യം വേണം. ഇന്ന് ഏതെങ്കിലും ഒരു ഭർത്താവ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഡിവോഴ്സാണ് അല്ലേ? ഭാര്യയുടെ ആവശ്യങ്ങളും മക്കളുടെ ആവശ്യങ്ങളും സാധിച്ചു തരില്ല, ഇത് അന്യായമാണ് എന്ന് ഏതെങ്കിലും ഭർത്താവ് പറഞ്ഞാൽ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്താണ്. ചിന്തിക്കുക, ചിന്തിക്കുക, ചിന്തിക്കുക. മാറ്റം വേണോ? മാറ്റം വേണോ? മാറ്റം വേണോ? ജീവിതത്തിൽ സുഖമാണോ വേണ്ടത്? പൊങ്ങച്ചമാണോ വേണ്ടത്? പൊങ്ങച്ചം കാണിക്കാൻ ദുരിതങ്ങൾ അനുഭവിച്ചേ പറ്റൂ. എത്രത്തോളം പൊങ്ങച്ചം കാണിക്കുന്നുവോ അത്രത്തോളം ദുരിതങ്ങൾ ഉറപ്പാണ്. എത്രത്തോളം ഉള്ളതുകൊണ്ട് സന്തുഷ്ടരായി കഴിയുന്നുവോ അത്രത്തോളം ശാന്തി. എത്രത്തോളം ധാർമ്മികമായ ജീവിതം നയിക്കുന്നുവോ അത്രത്തോളം ശാന്തി. എത്ര അധാർമികമായ ജീവിതം നയിക്കുന്നുവോ അത്രത്തോളം ഉറക്കമില്ലായ്മ, അത്രത്തോളം ഉറക്കമില്ലായ്മയാണ് ഫലം. രോഗങ്ങളാണ് ഫലം. ആശുപത്രിയിൽ ഡോക്ടർമാരെ തീറ്റിപ്പോറ്റാം, മരുന്ന് കമ്പനിക്കാരെ തീറ്റിപ്പോറ്റാം. അപ്പോ സന്ദഹ്യമാന സർവാംഗഃ യേഷാം ഉദ്വഹനാദിനാ കരോതി അവിരതം മൂഢോ ദുരിതാനി ദുരാശയഃ. അപ്പോൾ ഭാര്യാപുത്രാദികളെ പോഷിപ്പിക്കുവാനുള്ള വ്യഥ അത് ഉപേക്ഷിക്കുക. മര്യാദയ്ക്ക് വേണ്ടത് കൊടുക്കുക, ആവശ്യത്തിനുള്ളത് മാത്രം കൊടുക്കുക, ധാർമ്മികമായത് മാത്രം കൊടുക്കുക, അതിനുവേണ്ടി ആവുന്ന പോലെ അധ്വാനിക്കുക, അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് എല്ലാവരും സന്തോഷമായി കഴിയുക. ഇതായിരുന്നു നമ്മുടെ പൂർവികരുടെ ജീവിത രീതി. അതിൽ നിന്ന് നമ്മൾ വളരെ അകലേക്ക്, വളരെ വേഗത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആക്ഷിപ്താത്മേന്ദ്രിയ സ്ത്രീണാം അസദീനാം ച മായയാ രഹോ രചിതയാ ലാഭൈഹി ശിശൂനാം കളഭാഷിണാം ഗൃഹേഷു കൂടധർമ്മേഷു ദുഃഖതന്ത്രേഷു അതന്ത്രിതഃ കുറുവൻ ദുഃഖപ്രതീകാരം സുഖവൻ മന്യതേ ഗൃഹീ. ആക്ഷിപ്താത്മേന്ദ്രിയ സ്ത്രീണാം അസദീനാം ച മായയാ രഹോ രചിതയാ ലാഭൈഹി ശിശൂനാം കളഭാഷിണാം ഗൃഹേഷു കൂടധർമ്മേഷു ദുഃഖതന്ത്രേഷു അതന്ത്രിതഃ കുറുവൻ ദുഃഖപ്രതീകാരം സുഖവൻ മന്യതേ ഗൃഹീ. ഒരു ഗൃഹി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്ന് പറയണം. ഗൃഹി എന്ന് പറഞ്ഞാൽ ഗൃഹനാഥൻ. അസദീനാം സ്ത്രീണാം രഹോ രചിതയാ മായയാ കളഭാഷിണാം ശിശൂനാം ആലാപൈഹി
ആക്ഷിപ്ത ആത്മേന്ദ്രിയ കൂടധർമ്മേഷു ദുഃഖതന്ത്രേഷു ഗൃഹേഷു അതന്ത്രിതഃ ദുഃഖപ്രതീകാരം കുർവൻ ഗൃഹീ സുഖവത് മന്യതേ. എന്താ പറയണത്? അസതീനാം സ്ത്രീണാം രഹോരചിതയാ മായയ. ഭാര്യമാര് അസതികളാണ്. ഭർത്താവിനെ ധർമ്മം ചെയ്യാനല്ല പ്രേരിപ്പിക്കുന്നത്. ഭർത്താവിനെ ധർമ്മത്തിൽ സഹായിക്കുന്നവരാണ് പതിവ്രതകളായിട്ടുള്ള ധർമ്മപത്നികൾ. ധാർമ്മികമായ കർമ്മങ്ങൾ മാത്രം ചെയ്യുക, അതിൽ നിന്ന് എന്ത് വരുന്നുവോ വരുമാനം, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോളാം, അങ്ങ് വിഷമിക്കരുത് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഭാര്യമാര് അങ്ങനെയല്ല, ഇന്ന് മറിച്ചാണ് നമ്മൾ ലോകത്തിൽ കൂടുതലും കാണുന്നത്. അങ്ങ് എന്ത് ചെയ്താലും ഞങ്ങൾക്കറിയില്ല, എങ്ങനെയായാലും വൈകുന്നേരം വരുമ്പോ ഇന്നത് കൊണ്ടുവന്നിരിക്കണം, മാസം തികയുമ്പോ ഇന്നത് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഭാര്യമാര് ഭർത്താക്കന്മാരെ ഡിമാൻഡ് കൊണ്ട് പല അധർമ്മം ചെയ്യാനും പ്രേരിപ്പിച്ചയക്കുന്നു. ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ അഴിമതി നിറയുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ മേശയ്ക്കകത്തും പോക്കറ്റിലും ഏജന്റുമാരുടെ കയ്യിലും ഒക്കെ ദിവസവും ലക്ഷങ്ങൾ വന്ന് നിറയുന്നുണ്ട്. നല്ല ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ ടാക്സ് കൊണ്ടാണ് അവര് ഈ ശമ്പളം വാങ്ങിക്കുന്നത്. എന്നിട്ടും അവർക്ക് ആ ലക്ഷങ്ങൾ പോരാതെ പിന്നെയും ദിവസം ലക്ഷങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതായിട്ടുള്ള കൊതി. ആ ദിവസവും ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എത്ര ആളുകളെ കരയിപ്പിക്കുന്നുണ്ട്, എത്ര ആളുകളെ വിഷമിപ്പിക്കുന്നുണ്ട്. ഈ കേരളത്തില് ഏതെങ്കിലും ഒരു കാര്യം, സർക്കാർ കാര്യം മര്യാദയ്ക്ക് നടക്കാൻ എത്ര പ്രാവശ്യം നമ്മൾ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങണം, എത്ര പേർക്ക് കൈക്കൂലി കൊടുക്കണം. ഇത് വാസ്തവത്തിൽ നമ്മളെല്ലാരും കൂടി സംഘടിച്ച് ഓടിച്ചിട്ട് തല്ലണ്ടേ, കല്ലെറിഞ്ഞ് കൊല്ലണ്ടേ ഇവറ്റകളെയൊക്കെ. കഴുതകളായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കൈക്കൂലി വാങ്ങിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണം, ഓടിച്ചിട്ട് തല്ലണം. ആ ഒരു കാലം വരണം. നമ്മളൊക്കെ സംഘടിക്കണം. കഴുതകളായിട്ട് തൻ കാര്യം മാത്രം നോക്കിയാൽ പോരാ. എത്ര കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ഇവർ പറയുന്ന കൈക്കൂലി കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഓരോ കാര്യങ്ങൾ സാധിക്കാതെ ഗൾഫിൽ മരുഭൂമിയിൽ വേർത്ത് പണിയെടുത്ത് സമ്പാദിച്ചു കൊണ്ടുവന്നതിനെ കൊണ്ട് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാനോ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി തുടങ്ങാനോ പോയാൽ ഏതൊക്കെ വകുപ്പുകാര് കൈക്കൂലിക്കായിക്കൊണ്ട് ഇവരെ പീഡിപ്പിക്കുന്നു. എന്നിട്ട് തുടങ്ങുന്നതിനേക്കാൾ വേഗത്തിൽ പൂട്ടിപ്പിക്കുന്നു. അവർ ഇൻവെസ്റ്റ് ചെയ്ത കാശ് മുഴുവൻ പാഴായി പോകുന്നു, എല്ലാം തുരുമ്പെടുത്തു പോകുന്നു. അത് കാണുന്ന അവർ ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കല്ലെറിഞ്ഞു കൊല്ലണം. അതിന് തയ്യാറാവണം നമ്മൾ ഓരോരുത്തരും. അഴിമതി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ എല്ലാരും കൂടി ഓടിച്ചിട്ട് തല്ലണം. ചിന്തിക്കുക, സംഘടിക്കുക. കഴുതകളായിരുന്നാൽ പോരാ. രാഷ്ട്രീയക്കാരും വോട്ടും ചോദിച്ചു വരുമ്പോൾ അവരെ ആട്ടിവിടണം. കൈക്കൂലിക്കാരായിട്ടുള്ള, അഴിമതിക്കാരായിട്ടുള്ള, സ്വജനപക്ഷപാതികളായിട്ടുള്ള രാഷ്ട്രീയക്കാരെ ആട്ടിവിടാൻ അറിയണം. ഏതേത് ഡിപ്പാർട്ട്മെന്റാണോ ഏറ്റവും അഴിമതി എന്നാണ് നോക്കേണ്ടത്. എല്ലാ ഡിപ്പാർട്ട്മെന്റും അഴിമതിയിൽ കുളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്താണ്? അസതീനാം സ്ത്രീനാം, അസതികളായ സ്വാർത്ഥകളായിട്ടുള്ള പതിവ്രതകളല്ലാത്ത
ഭർത്താക്കന്മാരെ അവർ പോലീസ് പിടിച്ചാലും വിജിലൻസ് പിടിച്ചാലും സാരമില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും കാശ് കൊണ്ടുവരും, നിങ്ങൾ ജയിലിൽ അഴി എണ്ണിയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് നല്ല പട്ടുസാരി കൊടുത്ത് പാർട്ടിക്ക് പോകണം എന്ന് പറയുന്ന ഭാര്യമാര്, അവരാണ് ഇവിടെ പറയുന്നത് അസതീനാം സ്ത്രീനാം രഹോരചിതയാ മായയാ. അവര് രഹസ്യത്തിൽ ഏകാന്തത്തിൽ ഭർത്താവിനെ തലയണ മന്ത്രം, രഹോരചിതയാ മായയാ, ഏകാന്തത്തിൽ ഭർത്താവിനെ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് അടിമയാക്കി മാറ്റുന്നു. അങ്ങനെ ആ ഭാര്യയുടെ തലയണ മന്ത്രത്തിന് അടിമയായിട്ട് വിധേയനായിട്ട് അധർമ്മങ്ങൾ ചെയ്യുന്നു ഈ പുരുഷൻ. അങ്ങനെ അവൻ അധർമ്മവാസനകളെ, പാപവാസനകളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അസുരനാവാനായിട്ട്. മനുഷ്യജന്മം കിട്ടിയിട്ട് പാപവാസനകൾ വർദ്ധിപ്പിക്കുന്നവൻ പിന്നീട് നല്ല അസുരനായി തീരും. അപ്പോ ഇങ്ങനെയുള്ള രഹോരചിതയാ മായയ, സ്ത്രീകളുടെ രഹസ്യ സംഭാഷണവും രഹസ്യങ്ങളിലുള്ളതായിട്ടുള്ള സന്തോഷിപ്പിക്കലും തലയണ മന്ത്രവും കാരണം അടിമയായിട്ട്, അതുപോലെ തന്നെ കളഭാഷിണാം ശിശൂനാം ആലാപൈഹി, അച്ഛനോട് ആവശ്യം വരുമ്പോ മാത്രം കൊഞ്ചി 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 വരുന്ന മക്കളുണ്ട്. അല്ലാത്തപ്പോ അച്ഛനെ വേണ്ട കുട്ടികൾക്ക്, അച്ഛൻ വിളിച്ചാൽ പോലും വരില്ല, കണ്ടു പരിചയം പോലും ഇല്ല. എന്നാൽ ആവശ്യം വരുമ്പോ മാത്രം അച്ഛൻ്റെ അടുത്ത് കൊഞ്ചി കൊഞ്ചി, അച്ഛനല്ലേ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല അച്ഛൻ, യു ആർ ദ വേൾഡ്സ് ബെസ്റ്റ് ഡാഡ് എന്നൊക്കെ പറഞ്ഞ അച്ഛന്റെ പിറന്നാളിന് ഒരു മെമന്റോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ വീണു, മൂക്കും കുത്തി വീണു. എന്താ സ്നേഹം മക്കൾക്ക് എന്ന് വിചാരിക്കും. സ്നേഹം യഥാർത്ഥത്തിലുണ്ടെങ്കിൽ അച്ഛന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്നവരായിരിക്കണം മക്കൾ. ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ കഷ്ടപ്പെടരുത്, അച്ഛൻ എന്താണോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് മര്യാദയ്ക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഞങ്ങൾ സന്തോഷമായി കഴിഞ്ഞോളാം, അച്ഛന്റെ ഭാരം പരമാവധി ഞങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കാം എന്ന് പറയുന്നവരാവണം മക്കൾ. പക്ഷെ ഇതല്ല, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവരുടെ പൊങ്ങച്ചത്തിന് വേണ്ടി, കൂട്ടുകാരുടെ മുമ്പിൽ മേനി ചമയാൻ വേണ്ടി ഒക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ അച്ഛനെ സോപ്പിടും. അതാണ് ഇവിടെ കളഭാഷിണാം ശിശൂനാം, കൊഞ്ചിക്കൊഞ്ചി സംസാരിക്കുന്ന ശിശുക്കളുടെയും ആലാപൈഹി, അവരുടെ സംഭാഷണങ്ങളെ കൊണ്ടും ആക്ഷിപ്ത ആത്മേന്ദ്രിയ, അവന്റെ ആത്മാവും ഇന്ദ്രിയവും, ആത്മാ മനസ്സ് ഇന്ദ്രിയം ഇന്ദ്രിയങ്ങളും ആക്ഷിപ്തമാകുന്നു, ആകർഷിക്കപ്പെടുന്നു. കുട്ടികളുടെ കൊഞ്ചലും ഭാര്യയുടെ കൊഞ്ചലും കൊണ്ട് അവരുടെ വശത്തായിത്തീരുന്നു, അവരോടുള്ള ആസക്തി വർദ്ധിക്കുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി കൂടധർമ്മേഷു ദുഃഖതന്ത്രേഷു ഗൃഹേഷു, ഇവിടെ കൂടധർമ്മേഷു എന്ന് പറയുന്നത്, കൂടധർമ്മം എന്ന് പറഞ്ഞാൽ കപടധർമ്മം, വഞ്ചന, ചതി, കളവ് മുതലായിട്ടുള്ളത്. അങ്ങനെ പലതരത്തിൽ കളവുകൾ ചെയ്തും ദുഃഖതന്ത്രേഷു, എന്നാൽ വാസ്തവത്തിൽ അതൊക്കെ ദുഃഖത്തിൽ അവസാനിക്കുന്നതാണ്. ഏത് കൂടതന്ത്രം ചെയ്താലും സ്വസ്ഥത പോയി കിട്ടും, രാത്രി ഉറക്കം പോയി കിട്ടും. ആരെയൊക്കെ വഞ്ചിച്ചോ പറ്റിച്ചോ അതിനൊക്കെ തീർച്ചയായിട്ടും അവന് സ്ട്രെസ് ഉണ്ടാവും. സുഖമായിട്ടിരിക്കാൻ പറ്റില്ല. മറ്റുള്ളവരെ വേദനിപ്പിച്ച് അർഹതയില്ലാതൊക്കെ ചതിച്ച് വഞ്ചിച്ച് നേടിയെടുത്താൽ തീർച്ചയായിട്ടും ഉറക്കം നഷ്ടപ്പെടും. അങ്ങനെ ദുഃഖതന്ത്രേഷു, ദുഃഖപ്രധാനമായിട്ടുള്ള ഗൃഹേഷു, ഗൃഹങ്ങളിൽ, ഗൃഹകർമ്മങ്ങളിൽ അതന്ത്രിത, ആലസ്യം കൂടാതെ, തന്ത്രയില്ലാതെ ഓടി നടക്കുന്നു എന്നർത്ഥം. ദുഃഖപ്രതീകാരം കുറുവന്, തന്റെ വിഷമങ്ങളെ, ദുഃഖങ്ങളെ പരിഹരിക്കുവാനായിക്കൊണ്ട്, പ്രശ്നങ്ങൾ തീർക്കുവാനായിക്കൊണ്ട് നിരന്തരം ഓടി നടന്നുകൊണ്ട്, അത് കുറുവന് ദുഃഖപരിഹാരം കുറുവന്, ദുഃഖപ്രതീകാരം കുറുവന് ഗൃഹി സുഖവത് മന്യത്തെ. അങ്ങനെ ഗൃഹത്തിൽ
കഴിയുന്നവൻ സുഖം എന്ന് കരുതുകയാണ്. അധാർമികമായി സമ്പാദിച്ചു കൊണ്ടുവന്ന് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്ത് അവരുടെ മുഖം പ്രസന്നമാകുന്നത് കാണുമ്പോൾ ഇവനൊരു സുഖം. എത്ര പേരെ കരയിച്ചിട്ടാണ് തൻ്റെ ഭാര്യയും മക്കളെയും സന്തോഷിപ്പിക്കുന്നത് എന്നവൻ അപ്പോൾ ചിന്തിക്കുന്നില്ല. അപ്പൊ സുഖമാണെന്നവൻ കരുതുന്നു, അഭിമാനിക്കുന്നു. വാസ്തവത്തിൽ അവന് സുഖം ഉണ്ടാകാൻ പോകുന്നില്ല. അവന്റെ സുഖം കഴിഞ്ഞു. ആ ഭാര്യയുടെയും മക്കളുടെയും തൽക്കാലമുള്ളതായിട്ടുള്ള ആ ചെരി കൊണ്ട് അവന്റെ സുഖം കഴിഞ്ഞു. നാളെ അവരിതിനേക്കാൾ വലുതാണ് ചോദിക്കാൻ പോകുന്നത്. ഇതേ ഭാര്യയും മക്കളും നാളെ അതൃപ്തരായിട്ട് വേറെ ഇതിനേക്കാൾ വലുത് ചോദിക്കും. ഈ തന്നതിനെയൊക്കെ തള്ളിയും പറയും. ഓ പിന്നെ നിങ്ങൾ എന്ത് തന്നു എന്ന് ചോദിക്കും. എന്നാൽ ആരെയൊക്കെ വേദനിപ്പിച്ചു അവരുടെ ശാപവും അവരുടെ പ്രതികാരവും ഒക്കെ തന്നെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് തൻ്റെ ജോലി പോകുന്നത്, വിജിലൻസ് തന്നെ കൈക്കൂലിക്ക് പിടിച്ചിട്ട് എന്ന് പേടി എപ്പോഴും ഉണ്ടാവും അവന്. ഇപ്പൊ പിന്നെ അതിലൊന്നും ഒരു പേടിയില്ല. കാരണം രാഷ്ട്രീയം ഉണ്ടല്ലോ. NGO അസോസിയേഷനിലോ അല്ലെങ്കിൽ KGOA ഇതിലൊക്കെ മെമ്പറായി കഴിഞ്ഞാൽ എത്ര വലിയ അഴിമതി ചെയ്താലും നമ്മുടെ പാർട്ടി ഉണ്ട് നമ്മളെ രക്ഷിക്കാൻ. അപ്പൊ ഇപ്പൊ അതിലും ധൈര്യം കൂടി. എങ്ങനെയാണെങ്കിലും നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ശിവശങ്കരന്റെ കഥയും. അയാൾ വീണ്ടും യഥാസ്ഥാനത്ത് തന്നെ വന്നു. ഇരിക്കട്ടെ. അപ്പൊ ചിന്തിക്കുക. ആക്ഷിപ്താത്മേന്ദ്രിയ സ്ത്രീണാം അസധീനാം ച മായയാം രഹോരചിതയാലാഭൈഃ ശിശൂനാം കളഭാഷിണാം ഗൃഹേഷു കൂടധർമ്മേഷു ദുഃഖതന്ത്രേഷു അതന്ത്രിതഃ കുർവൻ ദുഃഖപ്രതീകാരം സുഖവൻ മന്യതേ ഗൃഹീ അർത്ഥൈരാപാദിതൈർഗുർവ്യാ ഹിംസയാ ഇതസ്തതശ്ച താൻ പുഷ്ണാദി യേഷാം പോഷേണ ശേഷഭുക്യാത്യതസ്വയം അർത്ഥൈരാപാദിതൈർഗുർവ്യാ ഹിംസയാ ഇതസ്തതശ്ച താൻ പുഷ്ണാദി യേഷാം പോഷേണ ശേഷഭുക്യാത്യതസ്വയം. അർത്ഥൈരാപാദിതൈർ, ആപാദിതം സമ്പാദിച്ചത്, അർത്ഥം ധനം. അപ്പൊ എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? ഗുർവ്യാ ഹിംസയ, ഗുരുതരമായ ഹിംസ കൊണ്ട്, ഒരുപാട് പേരെ വേദനിപ്പിച്ചുകൊണ്ട്, ഒരുപാട് പേരെ പീഡിപ്പിച്ചുകൊണ്ടാണ് ധനം സമ്പാദിക്കുന്നത്. അതാണ് ഗുർവ്യാ ഹിംസയ ആപാദിതൈഹി അർത്ഥൈഹി. ആ ഗുർവ്യ എന്നുള്ളത് ഇതസ്തതഃ ഗുർവ്യ, ഇവിടെയും അവിടെയും പലയിടത്തും അലഞ്ഞു നടന്ന് പലതരത്തിലുള്ളതായിട്ടുള്ള ഹിംസ ചെയ്ത്, മഹത്തരമായ ഹിംസകൾ ചെയ്ത്, ആപാദിതമായ അർത്ഥം കൊണ്ട് താൻ പുഷ്ണാദി, താൻ എന്ന് പറഞ്ഞാൽ ആ പുത്രന്മാരെയും ഭാര്യയെയും ബന്ധുക്കളെയും പുഷ്ണാദി പോഷിപ്പിക്കുന്നു. യേഷാം പോഷേണ ശേഷബുക്ക് സ്വയം അധഃ യാതി. യേഷാം പോഷേണ, ഈ ഭാര്യ മക്കളെ പോഷിപ്പിച്ചുകൊണ്ട്, ശേഷബുക്ക് അവരുടെയൊക്കെ ബാക്കി മാത്രം ഭക്ഷിച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക. എൻ്റെ ഭാര്യയ്ക്ക് സന്തോഷമായാൽ മതി, എൻ്റെ മക്കൾക്ക് സന്തോഷമായാൽ മതി, അവരെന്നെ അഭിനന്ദിച്ചാൽ മതി, ഞങ്ങളുടെ അച്ഛൻ ഉദാരമതിയാണ്, ദാനശീലനാണ്, നല്ല അച്ഛനാണ് എന്നൊക്കെ മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമായി. നിങ്ങളൊക്കെ കഴിച്ചിട്ട് വല്ലതും എച്ചിലുണ്ടെങ്കിൽ എനിക്ക് തന്നാ മതി, നിങ്ങളുടെ എച്ചിൽ ഞാൻ ഭക്ഷിച്ചോളാം. അതാണ് ശേഷബുക്ക്. ശേഷബുക്കാണ്. ശേഷിച്ചത് ഭുജിക്കുന്നവൻ ശേഷബുക്ക്. അവർ കഴിച്ചതിന്റെ ബാക്കി മാത്രം അനുഭവിക്കുന്നവൻ. അങ്ങനെയുള്ള അവൻ യാതി അധഃ സ്വയം, അവൻ സ്വയം അധഃ യാതി, അവൻ അധപ്പതിക്കുന്നു, നരകങ്ങളിലേക്ക് പോകുന്നു എന്നർത്ഥം. ചെയ്തിട്ടുള്ള പാപങ്ങളെ കൊണ്ട് നരകങ്ങളിലേക്ക് പതിക്കുന്നു.
പക്ഷെ അവൻ അറിയുന്നില്ല താൻ പാപം ചെയ്യുന്നത്. മറ്റുള്ളവരെയൊക്കെ ഹിംസിച്ചുകൊണ്ട്, പലരെയും പീഡിപ്പിച്ചുകൊണ്ട് ധനം സമ്പാദിച്ച് തൻ്റെ ഭാര്യയും മക്കളും ഭക്ഷിക്കുമ്പോൾ, അവർ സന്തോഷിക്കുമ്പോൾ അത് നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിർവൃതി അടഞ്ഞ് അവരുടെ എച്ചിലും തിന്നുകൊണ്ട് നടക്കുന്ന ഈ മൂഢൻ അറിയുന്നില്ല താൻ നരകത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ നരകത്തിലേക്കുള്ള വിസയൊക്കെ താൻ റെഡിയാക്കി കഴിഞ്ഞു. താൻ ഇനി അവിടെ ചെന്ന് എത്ര കാലം ഏതെല്ലാം യാതനകൾ അനുഭവിക്കേണ്ടി വരും എന്നൊന്നൊരു ചിന്തയുമില്ലാതെ തൽക്കാലം കാര്യം കാണണം, തൽക്കാലം എൻ്റെ ഭാര്യയും മക്കളും സന്തോഷിക്കണം എന്ന് കരുതുന്ന ഈ മൂഢന്റെ അവസ്ഥ യാതി അധഹ, അധഹ യാതി, സ്വയം നശിക്കുന്നു അധർമ്മം ചെയ്തിട്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. വാർത്തായാം ലുപ്യമാനായാം ആരബ്ധായാം പുനഃ പുനഃ ലോഭാവിഭൂതോ നിസ്സത്വഃ പരാർത്തേ കുരുതേ സ്പൃഹാം. ഇനി ഇദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു, വയസ്സായി, വരുമാനമൊക്കെ കുറഞ്ഞു, അധ്വാനിക്കാനുള്ള ശേഷിയൊക്കെ കുറഞ്ഞു. അതാണ് വാർത്തായാം ലുപ്യമാനായാം. വാർത്ത എന്ന് പറഞ്ഞാൽ വ്യാപാരം, വൃത്തി. വൃത്തിയെ തന്നെയാണ് വാർത്ത എന്ന് പറയുന്നത്. ഉപജീവന വാർത്ത, ഉപജീവന വൃത്തി. അത് ലുപ്യമാനായാം സത്യം. ലുപ്യമാന എന്ന് പറഞ്ഞാൽ ലോപിച്ചു പോകുമ്പോൾ, അതിനുള്ള ശക്തി ക്ഷയിക്കുമ്പോൾ, അധ്വാനിക്കാൻ വയ്യാതെയാകുമ്പോൾ, വ്യാപാരമെല്ലാം നഷ്ടത്തിലാവുമ്പോൾ എന്നൊക്കെ അർത്ഥമാണ് വാർത്തായാം ലുപ്യമാനായാം ലോഭാഭിഭൂത. അപ്പൊ താൻ ആരബ്ധായ, അങ്ങനെ താൻ മുമ്പ് ആരംഭിച്ചതായിട്ടുള്ള കർമ്മങ്ങളൊന്നും ഇപ്പൊ ചെയ്യാൻ സാധിക്കാതെ തൻ്റെ ആ പ്രാരബ്ധം കൊണ്ട് താൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വൃദ്ധാവസ്ഥയെ പ്രാപിക്കുമ്പോൾ, പിന്നെയും ലോഭാഭിഭൂത, അവന്റെ ലോഭം നശിക്കുന്നില്ല. ഉള്ളിലെ ദുരാശ പിന്നെയും വളർന്നു വരികയാണ്. എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും വഴിയുണ്ടോ, എരന്നിട്ടാണെങ്കിലും ഭാര്യയ്ക്കും മക്കൾക്കും കൊണ്ടു കൊടുക്കാൻ എന്ന് കരുതി ലോഭാഭിഭൂത. നിസ്സത്വ, സത്വം, ആ ബലം നഷ്ടപ്പെട്ടവനായിട്ട്, ശക്തിയൊന്നുമില്ലാത്തവനായിട്ട്, അവശനായിട്ട്, പരാർത്തേ സ്പൃഹാം കുരുതേ, അന്യന്റെ ധനത്തിൽ കൊതി വെക്കുന്നു. അന്യന്റെ ധനം എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമോ? തനിക്ക് സമ്പാദിക്കാനുള്ള ശക്തിയൊക്കെ ക്ഷയിച്ചു. അപ്പൊ ഇനി ചതിയിലൂടെയും വഞ്ചനയിലൂടെയും വല്ലവരുടെയും കയ്യിലുള്ള മുതല് തട്ടിയെടുത്തിട്ട് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കണം. അപ്പൊ ദുരാശ വർദ്ധിക്കുന്നു. ആശയ്ക്കൊരു കുറവുമില്ല. ഇതുവരെ മക്കളെ പോഷിപ്പിച്ച അതേ ശീലം കൊണ്ട് ഇനിയും പോഷിപ്പിക്കാൻ തനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് അന്യരുടെ ധനത്തെ കൊതിക്കുന്നു. അതാണ് ആരബ്ധായാം വാർത്തായാം ലുപ്യമാനായാം. താൻ ആരംഭിച്ചതായിട്ടുള്ള ഉപജീവന മാർഗമെല്ലാം ശോഷിച്ചു തുടങ്ങുമ്പോൾ, ലോപിക്കുമ്പോൾ, വീണ്ടും വീണ്ടും ലോഭാഭിഭൂതനായിട്ട്, ലോഭത്താൽ ബാധിക്കപ്പെട്ടവനായിട്ട്, കീഴ്പ്പെടുത്തപ്പെട്ടവനായിട്ട്, എന്നാൽ ശക്തിയില്ലാത്തവനായിട്ട്, നിസ്സത്വനായിട്ട് പരാർത്തേ സ്പൃഹാം കുരുതേ. കാരണം അല്ലെങ്കിൽ തന്നെ വിലയില്ലാതാവും. മുമ്പ് സമ്പാദിച്ചു കൊണ്ടുവന്നിരുന്ന താൻ ഇപ്പൊ സമ്പാദിച്ചു കൊണ്ട് കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ തനിക്ക് വീട്ടിൽ ഒരു വിലയും സ്ഥാനവും ഇല്ലാതെയാവും. തന്നെ ആട്ടാനും തുപ്പാനും തുടങ്ങും, അവഗണിക്കാൻ തുടങ്ങും. അപ്പൊ അത് സഹിക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും മുതലെങ്കിലും അപഹരിച്ചെങ്കിലും കൊടുക്കാനുള്ള പ്രവണതയുണ്ടാവും. കുടുംബഭരണാകൽപോ മന്ദഭാഗ്യോ വൃതോദ്യമഃ ശ്രിയാവിഹീനഃ കൃപണോ ധ്യായൻ ശ്വസിതി മൂഢധീഃ. കുടുംബഭരണ അകൽപഃ. കുടുംബഭരണത്തിന് കൽപ്പനല്ല. കൽപ്പൻ എന്ന് പറഞ്ഞാൽ കല്യതയുള്ളവൻ, ശക്തിയുള്ളവൻ. ഇത് അകൽപഃ, അശക്തനായിട്ട്, അസമർത്ഥനായിട്ട്. കുടുംബഭാരം ചുമക്കാനുള്ള ശക്തി ഇല്ല തനിക്ക്. ഭാരം ചുമന്ന് ആരോഗ്യമെല്ലാം ക്ഷയിച്ചു. ഇപ്പൊ ഭാരം ചുമക്കാൻ വയ്യാത്ത കഴുതയുടെ അവസ്ഥയായി. ഭാരം ചുമക്കുമ്പോൾ കഴുതകളെ നോക്കാൻ അതിന്റെ ഉടമസ്ഥൻ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കും.
ഭാരം ചുമക്കാൻ വയ്യാത്ത കഴുതകളെ എന്ത് ചെയ്യും? അടിച്ചോടിക്കും. അത് വെറും ഒരു ഭാരം മാത്രം ആ വളർത്തുന്ന ആൾക്ക്. അതുകൊണ്ട് അതിനെ തെരുവിലേക്ക് ഇറക്കി വിടും. അത് തെരുവിൽ കണ്ടവരുടെ അടിയും കൊണ്ട് തെണ്ടി നടക്കേണ്ടി വരും. അതേ അവസ്ഥയാണ് ഈ ഒരു ഗൃഹനാഥന്റെ അവസ്ഥ. കുടുംബ ഭരണ അകൽപഹ വൃതോദ്യമഹ. അവൻ ചെയ്യുന്ന ഉദ്യമങ്ങളൊന്നും ഫലിക്കില്ല, ഒക്കെ ഫെയിലിയർ ആവും. കാരണം ശക്തിയില്ല, സാമർഥ്യമില്ല, മറ്റുള്ള യൗവനയുക്തരായിട്ടുള്ള ആളുകളോട് മത്സരിക്കാൻ ശേഷിയില്ല. അതുകൊണ്ട് വൃതോദ്യമഹ, ഉദ്യമങ്ങൾ ഫലിക്കാത്തവനായിട്ട്. മന്ദഭാഗ്യ, ഭാഗ്യമില്ലാത്തവനായിട്ട്, കാരണം ഇതുവരെ പാപങ്ങളെ ചെയ്തിട്ടുള്ളൂ. ശ്രിയാവിഹീന, എല്ലാ ഐശ്വര്യവും നഷ്ടപ്പെട്ടവനായിട്ട്. ശരീരശോഭ നഷ്ടപ്പെട്ടു, തല നരച്ചു, കൂനു വന്നു, പല്ലുപോയി, ശരീരം മുഴുവൻ ചുളുങ്ങി, എല്ലാവർക്കും കണ്ട അറയ്ക്കുന്ന പോലെയായി. പിന്നെ ധനമില്ല, പോക്കറ്റ് കാലി, ആർക്കും വേണ്ട. അങ്ങനെ ശ്രിയാവിഹീന കൃപണ, ദീനനായിട്ട്, പിച്ചക്കാരനെ പോലെ ദീനനായിട്ട്. കൃപണ മൂഢദീഹി, വിവേകഹീനനായിട്ട്. ധ്യായന് ശ്വസിതി, ധ്യായൻ എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് ചിന്തിച്ച് ദീർഘനിശ്വാസം വിടുന്നു. ശ്വസിതി എന്ന് പറഞ്ഞാൽ ശ്വാസം വിടുകയാണ്. എന്താ ശ്വാസം വിടുന്നത്? നല്ല കാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇപ്പൊ അത് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള നിരാശ കൊണ്ടുള്ളതായിട്ടുള്ള ശ്വാസോച്ഛ്വാസം. ദീർഘമായി ദീർഘമായി ശ്വാസം വിടുന്നു. നിരാശയുടെ ശ്വാസോച്ഛ്വാസമാണ് ഇവിടെ. ഇനി എന്താ ചെയ്യാ, ഇനി എന്താ ചെയ്യാ, ഇനി എന്താ ചെയ്യാ എന്നുള്ള നല്ല ചൂട് നിശ്വാസമാണ് അയാള് ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബഭരണാകൽപോ മന്ദഭാഗ്യോ വൃതോദ്യമ ശ്രിയാവിഹീന കൃപണോ ധ്യായൻ ശ്വസിതി മൂഢദീഹി. ഇതൊക്കെ ആരുടെ കഥയാ പറയണത്? അടുത്ത വീട്ടിലുള്ളവരുടെ കഥയോ? വേറെ ഏതെങ്കിലും ദേശത്തിലുള്ളവരുടെ കഥയോ ആണോ? നമ്മുടെ വീട്ടിൽ തന്നെ നടക്കുന്ന കഥയാണിതെല്ലാം. നമ്മുടെ തന്നെ കഥയാണ്, നമ്മളുടെ അവസ്ഥയാണ് ഈ പറയുന്നതെല്ലാം. ഈ കേൾക്കുന്നവരിൽ പലർക്കും അത് തോന്നുന്നുണ്ടാവും, അയ്യോ ഇത് എൻ്റെ അവസ്ഥയാണല്ലോ എന്ന്. നമ്മളെക്കുറിച്ച് തന്നെയാണ്, നമ്മുടെ ബയോഗ്രഫിയാണ് ഈ പറയുന്നത്. കുടുംബഭരണാകൽപോ മന്ദഭാഗ്യോ വൃതോദ്യമ ശ്രിയാവിഹീന കൃപണോ ധ്യായൻ ശ്വസിതി മൂഢധീഹി. ഏവം സ്വഭരണാകൽപം തൽക്കളത്രാദയസ്തദാ നാദ്രിയന്തേ യഥാ പൂർവം കീനാശാ ഇവ ഗോചരം. ഏവം ഇപ്രകാരം സ്വഭരണ അകൽപ്പം, സ്വഭരണ അകൽപ്പം തന്നെ തന്നെ വഹിക്കാൻ പറ്റാതെയാവുകയാണ്. അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളെയും ഭരിക്കാൻ വയ്യ, അവശനായി. സ്വന്തം കാര്യം പോലും നോക്കാനാവാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒട്ടും സാമർഥ്യമില്ലാത്തവനായി തീരുന്നു. എന്താ പറയുക, സ്വഭരണ അകൽപ്പം. അങ്ങനെയുള്ള ഒരാളെ തൽ കളത്രാദയ, അവന്റെ ഭാര്യ മുതലായവർ, കളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ, ആദയ എന്ന് പറഞ്ഞാൽ മക്കള്, പേരക്കുട്ടികള് ഒക്കെ തന്നെ, ബന്ധുക്കളൊക്കെ തന്നെ, സഹോദരന്മാരെല്ലാം അടക്കം. തഥാ അപ്പോൾ നാദ്രിയന്തേ യഥാപൂർവം, യഥാപൂർവം മുമ്പ് എങ്ങനെ ആദരിച്ചിരുന്നുവോ അതുപോലെ നാദ്രിയന്തേ, അതുപോലെയുള്ള ആദരവൊന്നും കിട്ടില്ല. അനാദരവ് നല്ലതുപോലെ പ്രകടമാവുകയും ചെയ്യും. വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ, പണ്ടൊക്കെ കാരണവന്മാരാണ് അതിഥികളോട് സംസാരിക്കുക. കുട്ടികളൊക്കെ പുറകിലേക്ക് പോകും, ചെറുപ്പക്കാരൊക്കെ പിന്നിൽ നിൽക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മാത്രം വരും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വീട്ടിലുള്ള കാരണവന്മാരുടെ സ്ഥാനം പുറകില്, ചായ്പില്. അച്ഛനും അമ്മയും വരരുത് കേട്ടോ. ആരെങ്കിലും ഗസ്റ്റുകൾ മുമ്പിലോട്ട് വന്നാൽ വന്ന് വല്ല വെഡിത്തരവും വിളമ്പിപ്പോകരുത്. നിങ്ങളുടെ പഴയ ഇല്ലാ കഥകളൊന്നും വന്ന് വിളമ്പിപ്പോകരുത്. ഞങ്ങളിങ്ങനെ ചില പൊങ്ങച്ചം കൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ചില ഇമേജുകളൊക്കെ. അതൊക്കെ തകർത്ത് കളയരുത്, ഞങ്ങളെ വഞ്ചിച്ച് കളയരുത്. അതുകൊണ്ട് മുമ്പിലോട്ട് വരരുത്.
അവരവരുടെ റൂമിലിരുന്നാൽ മതി, അല്ലെങ്കിൽ വല്ല ചായ്പുണ്ടെങ്കിൽ ചായ്പിലിരുന്നാൽ മതി, അടുക്കളയിലിരുന്നാൽ മതി. പൂമുഖത്തേക്ക് വരരുത് എന്ന് പറയുന്ന വീടുകളുണ്ട്. അച്ഛനമ്മമാർക്ക് ഒരു സ്ഥാനവുമില്ലാത്ത, അതാണ് ഇവിടെ പറയുന്നത്. ഏവം സ്വഭരണാകൽപ്പം തൽക്കളത്രാദയസ്തതഃ ന ആദ്രിയന്തേ യഥാപൂർവം. മുമ്പ് ആദരിച്ചതുപോലെ ഇപ്പൊ യാതൊരു ആദരവുമില്ല. ഏതുപോലെ? കീനാശായിവ ഗോചരം. കീനാശാഹ എന്ന് പറഞ്ഞാല് ദുഷ്ടന്മാരായ കൃഷിക്കാരെ സൂചിപ്പിക്കുന്ന പദമാണ്. ദുഷ്ടന്മാരായ കൃഷിക്കാർ, നന്ദിയില്ലാത്തവർ, അവര് ഗോചരത്തെ എന്ന പോലെ. ഗോചരം എന്ന് പറഞ്ഞാൽ ജരബാധിച്ച ഗോ, ജീർണിച്ച പശു, ജീർണിച്ച കാള എന്നൊക്കെ അർത്ഥം. ഗോചരം, ഗോചരമല്ല, ഗോചരം, ജരബാധിച്ച ഗോ. അപ്പോൾ വൃദ്ധരായ കാളയെയും വൃദ്ധകളായ പശുക്കളെയും, കറവ് പറ്റി ഇനി പ്രസവിക്കില്ല എന്നുള്ള പശുക്കളുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ചാവാലി പശുക്കളായി കഴിഞ്ഞാൽ മറ്റു പശുക്കൾക്ക് കൊടുക്കുന്ന പിണ്ണാക്കും തവിടും ഒന്നും കൊടുക്കില്ല. അതിനെ അഴിച്ചുവിടും പുറത്തേക്ക്. അത് തന്നെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ആരുടെയെങ്കിലും വേലി പൊളിച്ചിട്ട് എന്തെങ്കിലും പോയി തിന്നുമ്പോൾ അവരുടെ ഇന്ന് തല്ലും കൊണ്ടും അവർ ചുടുവെള്ളം മേലെ ഒഴിക്കും. അങ്ങനെ യാതനകൾ അനുഭവിച്ചുകൊണ്ട് അവസാനം അവശരായിട്ട് എവിടെയെങ്കിലും കിടന്ന് വീണ് ചത്തുപോകും. അല്ലെങ്കിൽ അറക്കാൻ കൊടുക്കും. അതാണ് ഇപ്പോൾ നടക്കുന്നത്, അറക്കാൻ കൊടുക്കുക. അപ്പോൾ കാളകളാണെങ്കിലും നല്ലോണം ഭാരം വഹിച്ചു, ധാരാളം വണ്ടി ഓടിച്ചു, ധാരാളം കന്നുകൂട്ടി. ഈ കർഷകന്റെ നല്ല കാലത്ത് അദ്ദേഹത്തിന് എല്ലാ സഹായവും ചെയ്ത കാള മുതുക്കൻ കാളയായപ്പോൾ അതിനെ വേണ്ട, അതിനെ അറക്കാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്നു. അതാണ് വയസ്സായവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. നേരത്തെ മനസ്സിലാക്കിയാലോ, നേരത്തെ പ്രിപ്പയർഡ് ആവാം, നമുക്ക് നിരാശരാവേണ്ടി വരില്ല. ഇതാണ് നമ്മുടെ ശരിക്കുള്ള അവസ്ഥ, ഇതാണ് എല്ലാവർക്കും ഉള്ള ഗതി എന്ന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കാം, വഞ്ചിതരാവാതിരിക്കാം. മറ്റത് തെറ്റിദ്ധരിച്ച് ഞാൻ നല്ല കാലത്ത് കുറെ അധ്വാനിച്ച് ഇവരെയൊക്കെ നോക്കി ഇവരുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചാൽ എൻ്റെ വയസ്സുകാലത്ത് ഇവരൊക്കെ നോക്കും എന്നുള്ളതായിട്ടുള്ള ആ കണക്ക് കൂട്ടലുകൾ വേണ്ട, പ്രത്യാശ വേണ്ട, നിരാശപ്പെടേണ്ടി വരും. അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിരിക്കുക. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അധർമ്മം ചെയ്യാതിരിക്കുക, മര്യാദയ്ക്ക് കിട്ടുന്നത് കൊണ്ട് മക്കളെ പോറ്റുക. തൻ്റെ വയസ്സുകാലത്തേക്കുള്ള തൻ്റെ സുരക്ഷിതത്വം താൻ തന്നെ നോക്കേണ്ടി വരും എന്നുള്ള ആ ഒരു ഉറപ്പും ഉണ്ടായിരിക്കുക. അതിനെന്താ വേണ്ടെച്ചാൽ അതിനുള്ള വഴികൾ പലതുണ്ട്, അത് നോക്കി വെക്കാം. അപ്പോൾ ഏവം സ്വഭരണാകൽപ്പം തൽക്കളത്രാദയസ്തദാ നാദ്രിയന്തേ യഥാപൂർവം കീനാശായിവ ഗോചരം തത്രാപി അജാത നിർവേദോ ഭ്രിയമാണ സ്വയം ഹൃദൈഃ ജരയോപാത്ത വൈരൂപ്യോ മരണാഭിമുഖോ ഗൃഹേ ആസ്തേ അവമത്യോപന്യസ്തം ഗൃഹപാലൈവാഹരൻ ആമയാവി അപ്രദീപ്താഗ്നിഃ അല്പാഹാരോൽപചേഷ്ടിതഃ വായുനാ ഉൽക്രമദോത്താരഃ കപസംശുദ്ധനാഡികഃ കാസശ്വാസകൃതായാസഃ കണ്ഠേ ഗുരഗുരായതേ. ആ വാർദ്ധക്യാവസ്ഥയെ പറയുകയാണ്. തത്രാപി, ആ അവസ്ഥയിലും, വാർദ്ധക്യാവസ്ഥയിലും, അജാത നിർവേദോ, അജാത നിർവേദഃ, നിർവേദം വിരക്തി, വിരക്തി ജനിക്കാതെ ആസക്തിയോടുകൂടി തന്നെ മക്കളെയും പേരക്കുട്ടികളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പുറകെ നടന്നുകൊണ്ട് അവരെ ആട്ടിയാലും തുപ്പിയാലും ചീത്ത വിളിച്ചാലും പിന്നെയും പിന്നെയും വാലാട്ടിക്കൊണ്ട് അവരുടെ പുറകെ തന്നെ പോകുന്നവരായിക്കൊണ്ട് അജാത നിർവേദഃ സ്വയം ഹൃദൈഃ മ്രിയമാണഃ. മുമ്പ് താൻ അവരെ ഭരിച്ചിരുന്നു, ഇപ്പൊ അവരാൽ ഭരിക്കപ്പെട്ടവനായിട്ട്, അവരുടെ ദാക്ഷിണ്യത്തിൽ കഴിയുന്നവനായിട്ട്,
താനാണ് തൻ്റെ ആയുസ് മുഴുവൻ അവരെ ചുമന്നത്. ഇപ്പൊ അവർക്കൊരു ഭാരമായിട്ടും അവരുടെ ആട്ടും തുപ്പും കേട്ടുകൊണ്ടും സ്വയം മൃതൈഹി ബ്രിയമാണഃ ജരയാ ഉപാത്ത വൈരൂപ്യ, ശരീരത്തിൽ ജരാനരകൾ ബാധിച്ച് വൈരൂപ്യം പ്രാപിച്ചവനായിട്ട് രൂപമെല്ലാം മാറി, ആർക്കും കണ്ടാൽ അറപ്പ് തോന്നുന്നതായിട്ടുള്ള രൂപം വന്നു. അങ്ങനെ ജരയാ ഉപാത്ത വൈരൂപ്യ, കണ്ണിന്റെ പീലി അടക്കം നരച്ചു, പല്ലെല്ലാം പോയി, ഉള്ള പല്ല് കോന്ത്രം പല്ലുകളായിട്ടും കേടുവന്ന പല്ലുകളായിട്ടും ഉണ്ട്, ചെവി ഒട്ടും കേൾക്കില്ല, ശരീരം മുഴുവൻ ചുളിഞ്ഞു, കൂനു വന്നു, വടികുത്തിയ നടപ്പ് അല്ലേ. ജടിലോ മുണ്ടി, അല്ല അത് സന്യാസിമാരെ കുറിച്ചാണ്. അതെന്താണ്? അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചത്യാശാപിണ്ഡം. അംഗം ഗളിതം പലിതം മുണ്ടം, ശരീരമൊക്കെ വല്ലാതെ കുഴഞ്ഞു, തളർന്നു, ജീർണിച്ചു, അവയവങ്ങളൊന്നും വിളിച്ച വഴിക്ക് വരുന്നില്ല. മുണ്ടം പലിതം, തല നല്ലതുപോലെ വെളുത്തു, തലയൊക്കെ നല്ല നരച്ച് വെളുത്തു. പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം, വായില് പല്ലൊന്നുമില്ലാതെയായി. വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം, അതാ പോണു ഒരു വൃദ്ധൻ, കയ്യിൽ വടിയും ഊന്നിക്കൊണ്ടാണ് കൂനിക്കൂനി നടന്നു പോകുന്നുണ്ട്, വേച്ചാണ് നടക്കുന്നത്. വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപിന മുഞ്ചതി ആശാപിണ്ഡം. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ മുതുകത്തൊരു വലിയ ഭാരമുണ്ട്. ഏതിന്റെ? ആശകളുടെ ഭാണ്ഡം. ജീവിതത്തിൽ ഇപ്പോഴും അദ്ദേഹം ആശകൾ വെച്ച് പുലർത്തുന്നു. ആശാഭാണ്ഡം അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. ഇനിയും കുറെ കാലം ജീവിക്കണം എന്നുള്ള കൊതിയോടുകൂടി പോകുന്നു. അതാണ് തത്രാപി അജാത നിർവേദോ ബ്രിയമാണ സ്വയം മൃതൈഹി ജരയാ ഉപാത്ത വൈരൂപ്യോ മരണാഭിമുഖോ. മരണത്തെ കാത്തു കിടക്കുകയാണ്, മരണത്തിന്റെ അഭിമുഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഗൃഹേ ആസ്തേ, ഗൃഹത്തിൽ തന്നെ ഇരിക്കുന്നു, സന്യസിക്കുന്നില്ല, വാനപ്രസ്ഥനാകുന്നില്ല. ഗൃഹേ ആസ്തേ, ഗൃഹത്തിൽ തന്നെ ഇരിക്കുന്നു. അവമത്യ ഉപന്യസ്തം ഗൃഹപാലൈവ ആഹരന്. അവമത്യ ഉപന്യസ്തം, ഉപന്യസ്തം അടുത്തുകൊണ്ട് എറിഞ്ഞത്, അടുത്തുകൊണ്ട് ന്യസിച്ചത്, വിക്ഷേപിച്ചത്. എന്ത്? അവമത്യ, അവമതിയോടുകൂടെ. അപ്പൊ ഭക്ഷണമൊക്കെ വല്ല നായക്കിട്ട് കൊടുക്കുന്നത് പോലെ ഇട്ടുകൊടുക്കുന്നു. അതാണ് അവമത്യ ഉപന്യസ്തം. അതിനെ ഗൃഹപാല ഇവ ആഹരൻ. ഗൃഹപാലൻ എന്നാൽ നായ തന്നെയാണ്. ഗൃഹത്തിന് കാവലിരിക്കുന്ന നായ എങ്ങനെയാണോ വാലാട്ടിക്കൊണ്ട് എന്ത് കൊടുത്താലും കഴിക്കുന്നത്, ഏത് എച്ചിൽ കൊടുത്താലും ഏത് വൃത്തികെട്ട സാധനം കൊടുത്താലും അതിനെ നക്കി കഴിച്ചുകൊണ്ട് ഏത് പാത്രത്തിൽ കൊടുത്താലും അതിന് പ്രശ്നമല്ല, അങ്ങനെ ഭക്ഷിച്ചുകൊണ്ട് വാലാട്ടിക്കൊണ്ട് കഴിക്കുന്നത്, അതുപോലെ ഗൃഹപാല ഇവ ആഹരൻ, നായിനെ പോലെ ഭക്ഷിച്ചുകൊണ്ട്. അവമത്യ ഉപന്യസ്തം, പുച്ഛത്തോടുകൂടെ നിന്ദയോടുകൂടി വലിച്ചെറിഞ്ഞു കൊടുത്ത ഭക്ഷണത്തെ ഭക്ഷിച്ചുകൊണ്ട് നായയെ പോലെ കഴിയുന്നു. ആമയാവി അപ്രദീപ്താഗ്നിഹി. ആമയ ആവി, ആവി എന്ന് പറഞ്ഞാൽ അവന്റെ ചേതസ്, അവന്റെ പ്രാണൻ എന്നൊക്കെ അർത്ഥമാണത്. ആമയം കൊണ്ട് നിറഞ്ഞിരിക്കണം. ആമയം രോഗം, അല്ലെങ്കിൽ ആവിർഭവിക്കുക എന്ന് പറഞ്ഞാൽ പ്രകടമാവുക എന്നുണ്ട്. ആമയാവി എന്ന് പറഞ്ഞാൽ രോഗം പ്രകടമായിരിക്കുന്നവൻ. എല്ലാ രോഗങ്ങളും അവനിൽ പ്രകടമാണ്, പ്രത്യക്ഷമാണ്. അങ്ങനെയുള്ള രോഗങ്ങളോട് കൂടിയവനും. അപ്രദീപ്താഗ്നിഹി എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളില് അഗ്നി അപ്രദീപ്തം, ജ്വലിക്കുന്നില്ല, ദഹനം ഇല്ല എന്നർത്ഥം. ഉള്ളില് ദഹിക്കേണ്ട വസ്തുക്കളെ ഒന്നും ദഹിപ്പിക്കാനുള്ള ശക്തി തീരെയില്ലാതെ. അപ്രദീപ്താഗ്നിഹി, ദഹിക്കാനുള്ള ശക്തി ഇല്ല, എന്നിട്ടും എല്ലാറ്റിലും കൊതിയുണ്ട്. എന്നിട്ട് കൊതി കൊണ്ട് ഓരോന്ന് തിന്നിട്ട് പിന്നെയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കും, രോഗങ്ങൾ ഉണ്ടാക്കി വെക്കും. അപ്പൊ ആമയാവി അപ്രദീപ്താഗ്നി, രോഗം കൊണ്ട് നിറഞ്ഞവനും
ദഹനക്കേടുകളുള്ളവനും അല്പാഹാര, ഒന്നും കഴിക്കാൻ വയ്യാതെയായി, ഒന്നിലും രുചിയില്ലാതായി, അല്പാഹാര, അല്പം മാത്രം ആഹരിക്കുന്നവനായി, അല്പചേഷ്ടിത, ചേഷ്ടിക്കാനേ വയ്യാതായി, കിടന്നിടത്ത് കിടപ്പായി, കയ്യോ കാലോ ഒക്കെ അനക്കുന്നത് പോലും അല്പമായി പോയി, ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കാതെയായി, അല്പചേഷ്ടിത. എന്നിട്ടോ വായുന ഉൽക്രമത ഉത്താര കപസമൃദ്ധ നാഡിക, കപസമൃദ്ധ നാഡിക, കപം കൊണ്ട് സമൃദ്ധമായ നാഡികളോട് കൂടിയിട്ട്, കപം കൊണ്ട് അടഞ്ഞു പോകുന്നു എല്ലാ നാഡികളും, എല്ലാ നാളങ്ങളും, ശ്വാസകോശവുമൊക്കെ കപം കൊണ്ട് അടയുന്നു. അങ്ങനെ കപസമൃദ്ധ നാഡികനും കാസശ്വാസ കൃതായാസ, കാസശ്വാസം കൊണ്ട് ആയാസം പെടുന്നവനുമായിട്ട്, വായുക്ഷോഭം, വായുസഞ്ചാരത്തിന് തടസ്സം നേരിട്ടവനായിട്ട്, അല്ലേ? വായുക്ഷോഭം കൊണ്ട് കണ്ണു തുറിക്കും, ശ്വാസം മുട്ടും, വായ പൊളിക്കും, എന്തൊക്കെയോ ശബ്ദങ്ങൾ, അപശബ്ദങ്ങളൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ കാസശ്വാസം കൊണ്ടും കൃത ആയാസ ഉൽക്രമത വായുന ഉത്താര കണ്ടേ ഗുരഗുരായതേ. ഉൽക്രമത വായുന എന്ന് പറഞ്ഞാൽ ഉൽക്രമിക്കുന്ന വായുവിനാൽ, എന്ന് വെച്ചാൽ മുകളിലേക്ക് ഉയരുന്ന വായു. ഉദാനൻ പ്രാണനെ മുകളിലോട്ട് വലിക്കുകയാണ്, പോവാ 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 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവന്റെ ആശാപാശങ്ങൾ ഈ പ്രാണനെ താഴോട്ട് വലിക്കുകയാണ്, പോണ്ട 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 എന്ന് പറഞ്ഞിട്ട്. പ്രാണൻ എപ്പോഴോ റെഡിയാണ് പോവാനായിട്ട്. അപ്പൊ പ്രാണൻ മുകളിലേക്ക്, അതാണ് വായുന ഉത്ക്രമത, ഉത്ക്രമത, ഉത്ക്രമിക്കുന്നതായിട്ടുള്ള വായുവിനാൽ ഉത്താരഹ. ഉത്താരഹ എന്ന് പറഞ്ഞാൽ, താരം എന്ന് പറഞ്ഞാൽ കണ്ണിലെ മെഴികൾ, കണ്ണിലെ കൃഷ്ണമണികൾ. അത് ഉത്ത് എന്ന് പറഞ്ഞാൽ ഉയരുന്നു എന്ന് പറഞ്ഞാൽ കണ്ണ് മിഴിക്കുന്നു. കണ്ണും തള്ളിയിട്ട് പ്രാണൻ പോകാറായിട്ട് കണ്ണും തള്ളി, കണ്ണും തുറിച്ചിരിപ്പാണ്. ഉത്താരഹ, കൃഷ്ണമണികൾ പുറത്തേക്ക് തള്ളിക്കൊണ്ട് ഉത്താരനായിട്ട് കണ്ടേ ഗുരഗുരായതേ, കണ്ടത്തിൽ ഗുരു 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 എന്നുള്ളതായിട്ടുള്ള ശ്വാസത്തിന്റെ ശബ്ദം, ചക്രശ്വാസത്തിന്റെ ശബ്ദം, ഗുരു 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 എന്നുള്ളതായിട്ടുള്ള ശബ്ദമുണ്ടാകുന്നു. ഗുരഗുരായതേ. അപ്പൊ അങ്ങനെ ആ പ്രാണൻ പോകുന്നതായിട്ടുള്ള, ചക്രശ്വാസം വലിക്കുന്നതായിട്ടുള്ള രോഗപീഠകൾ കൊണ്ട് പലതരം ദുരിതങ്ങൾ അനുഭവിക്കുന്ന, ഉദാനവായു മുകളിലോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഇവന്റെ ആശാപാശങ്ങൾ കൊണ്ട് ഇവൻ അതിനെ താഴോട്ട് വലിച്ച് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ വായും പൊളിച്ച് കണ്ണും തുറിച്ച് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുന്നു. അപ്പോൾ വേണ്ടതായിട്ടുള്ള വാനപ്രസ്ഥമോ സന്യാസമോ അതിനൊന്നും പോയില്ല. അങ്ങനെ ശയാനഃ പരിശോചദ്ഭിഃ പരിവീതഃ സ്വബന്ധുഭിഃ വാച്യമാനോപി ന ബ്രൂതേ കാലപാശവശം ഗതഃ. പരിശോചദ്ഭിഃ സ്വബന്ധുഭിഃ പരിവീതഃ. പണ്ടുകാലത്ത്, ഇപ്പോഴത്തെ അല്ല, പണ്ടുകാലത്താണെങ്കിൽ നല്ല കാലത്ത് തീറ്റിപ്പോറ്റിയതായിട്ടുള്ള മക്കളും മരുമക്കളും ബന്ധുക്കളും ഒക്കെ അല്പം സ്നേഹവും കൃതജ്ഞതയൊക്കെ ഉണ്ടാവും. കുറച്ചൊക്കെ പ്രകടിപ്പിക്കും, അയ്യോ പാവം, അയ്യോ പാവം, അയ്യോ പാവം, ഈ ഒരു അവസ്ഥ വന്നൂലോ എന്ന് പറഞ്ഞിട്ട് ചുറ്റും നിന്ന് വിഷമിക്കുന്നതായിട്ട്. അതാണ് പരിശോചദ്ഭിഃ സ്വബന്ധുഭിഃ. ചുറ്റും നിന്ന് പരി എന്ന് പറഞ്ഞാൽ പരിതഃ ചുറ്റും, ശോചദ്ഭിഃ ദുഃഖിക്കുന്നവരായ, സ്വബന്ധുഭിഃ ഭാര്യാപുത്രാദികളെ കൊണ്ട്, പരിവീതഃ ചുറ്റപ്പെട്ടവനായിട്ട്, ശയാനഃ സ്വയം ശയിക്കുന്നവനായിട്ട്, കിടക്കുന്നവനായിട്ട്, വാച്യമാനഃ അപി കാലപാശവശംഗതഃ ന ബ്രൂതേ. വാച്യമാനഃ അവരിങ്ങനെ വചിക്കുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട്, എന്നെ മനസ്സിലായോ, എന്നെ മനസ്സിലായോ എന്ന് വരുന്നവരും ചോദിക്കുന്നുണ്ട്. എവിടെ? ന ബ്രൂതേ, ഒന്നും മിണ്ടാനുള്ള കഴിവില്ല. കാരണം കാലപാശവശംഗതഃ, കാലന്റെ പാശം മുറുക്കിയിട്ടുണ്ട് കണ്ടത്തില്. പിന്നെ എങ്ങനെ വായിൽ നിന്ന് ശബ്ദം വരും? നമുക്ക് കാണില്ല എന്നേ ഉള്ളൂ. അവിടെ പിടിച്ചിട്ടുണ്ട് കഴുത്തില്. ഇപ്പൊ കഴുത്തിൽ പിടിച്ചാൽ ശബ്ദം പുറത്തേക്ക് വരുമോ? അതുപോലെ കാലപാശം കൊണ്ട് കഴുത്തിൽ മുറുക്കിയിരിക്കുന്നത് കൊണ്ട്
ആരൊക്കെ വന്ന് അടുത്ത് വന്ന് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴും മറുപടി പറയാൻ നിവൃത്തിയില്ല എന്നാ ബ്രൂതെ. അത് പണ്ടത്തെ അവസ്ഥയാണ്. ചുറ്റും ബന്ധുക്കളൊക്കെ വന്ന് സങ്കടപ്പെടുന്നത്. ഇന്ന് ബന്ധുക്കൾ വരുന്നത് ഒന്ന് വേഗം തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു, പണി കഴിഞ്ഞ് വേഗം പോണം. ഇനി നാട്ടുകാരെന്ത് വിചാരിക്കും വന്നില്ലെങ്കിൽ എന്ന് മാത്രം കരുതി വരുന്നവരാണ്. പിന്നെ എന്തെങ്കിലും പെട്ടിയിലോ അലമാരയിലോ ഒസ്യത്തിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അവകാശം മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ സ്നേഹം കൊണ്ടല്ല. മരണസമയത്ത് എല്ലാവരും ചുറ്റും കൂടുന്നത് നല്ല ധനമുള്ള ഒരാളാണെങ്കിൽ വല്ലതും കിട്ടാൻ വഴിയുണ്ടോ? ഒസ്യത്തില് തനിക്കെന്താ വെച്ചിരിക്കുന്നത്? അലമാറയിൽ എന്തൊക്കെ വെച്ച് പൂട്ടിയിട്ടുണ്ട്? താക്കോല് കഴിവൻ തലയുടെ അടിയിൽ നിന്ന് തരുന്നില്ല. ഒന്ന് മരിച്ചിട്ട് വേണം താക്കോലെടുത്ത് അലമാരയും പെട്ടിയൊക്കെ ഒന്ന് തുറക്കാൻ. എന്തൊക്കെയാണ് അതില് അടുക്കി വെച്ചിരിക്കുന്നത്? അവകാശം പറഞ്ഞ് പങ്കിയെടുക്കാൻ, അധികാരം കാണിക്കാൻ, ഞാനാണ് അച്ഛന് പ്രിയപ്പെട്ടവൻ, ഞാനാണ് അച്ഛന് വേണ്ടി കഷ്ടപ്പെട്ടവൻ എന്ന് കണക്ക് പറഞ്ഞ് അധികം പറ്റാൻ ഒക്കെ ചുറ്റും കഴുകന്മാരെ പോലെ, കുറുനരികളെ പോലെ, ചെന്നായിക്കളെ പോലെ, കഴുതപ്പുലികളെ പോലെ ധനത്തിന് വേണ്ടി കൂടി നിൽക്കുന്നവരുണ്ടാവും. അതാണ് ഇന്നത്തെ കാലം. സ്നേഹം കൊണ്ടല്ല. അച്ഛനെ സമാധാനമായിട്ട് മരിക്കാനോ അല്ലെങ്കിൽ ജീവിക്കാൻ വല്ല സാധ്യതകളുണ്ടെങ്കിൽ അതിനുള്ള വല്ല വഴികളോ ഭഗവാന്റെ നാമം ജപിച്ച് സമാധാനിപ്പിക്കാനോ അല്ല നോക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ നമുക്ക് കിട്ടാനുള്ളതും മേടിച്ച് സ്ഥലം വിടാമായിരുന്നു. ലീവില്ല, വിദേശത്തൊക്കെ എത്തണം. അപ്പോ ശയാനഃ പരിശോചദ്ഭിഹി പരിവീതഃ സ്വബന്ധുഭിഹി വാച്യമാനോപി. ചുറ്റുമുള്ളവരൊക്കെ വിളിക്കുണ്ടാവും, അച്ഛാ, മുത്തശ്ശ, അമ്മാമ, വല്യച്ഛ എന്നൊക്കെ വിളിക്കാൻ ആളുകളുണ്ടാവും. പക്ഷെ മറുപടി പറയാൻ സാധിക്കുന്നില്ല. ന ബ്രൂതേ കാലപാശവശം ഗതഃ. ഏവം കുടുംബഭരണേ വ്യാവൃതാത്മാ ചിതേന്ദ്രിയഃ മ്രിയതേ രുദതാം സ്വാനാം ഉരുവേദനയാസ്തദീഹി. ഏവം കുടുംബഭരണേ വ്യാപൃതാത്മാ. ഇപ്രകാരം തന്റെ കുടുംബഭാരം ചുമക്കുന്നതിൽ മാത്രം വ്യാപരിച്ചവൻ, അതിൽ മാത്രം മനസ്സിരുത്തിയിട്ട് അജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ഒന്നും ജയിച്ചില്ല, മനസ്സിനെ ജയിച്ചില്ല, ഭഗവാനെ വിളിച്ചില്ല. ഓരോ അവസ്ഥയിലും ഭഗവാനെ വിളിക്കാൻ മറന്നുപോയി. ബാല്യേ ദുഃഖാതിരേകോ മലലുളിതവബുഹു സ്തന്യപാനേ പിപാസാഹ പിപാസാനോ ശക്തശ്ചേന്ദ്രിയേഭ്യോ ഭവഗുണജനിതാജന്തവോ മാം തുദന്തി നാനാരോഗാദി ദുഃഖാദി രുദനപരവശഃ ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. ഇങ്ങനെ പോലും വിചാരിക്കാൻ പറ്റില്ല. വാർദ്ധക്യേ ചേന്ദ്രിയാണം വിഗതഗതിമതിശ്ചാദിദൈവാദിതാപൈഃ പാപൈർരോഗൈർവിയോഗൈഃ ത്വനവസിതവപുഃ പ്രൗഢിഹീനം ച ദീനം മിഥ്യാമോഹാഭിലാഷൈഃ മമ ഹൃദയമഹോ മാനഗർവാതിരൂഢം. നിത്യാമോഹാഭിലാഷൈഃ മമ ഹൃദയമഹോ. ശൈവീ ചിന്താവിഹീനം മമ ഹൃദയം. മറന്നുപോയി. ആചാര്യ ഭഗവത്പാദര് ശിവാപരാധ ക്ഷമാപണത്തിൽ പറയുന്നു, ഓരോ അവസ്ഥയിലും ഭഗവാനെ മാത്രം മറന്നു. ബാക്കി എല്ലാറ്റിലും നല്ല ജാഗ്രതയായിരുന്നു, ഭഗവാനെ മാത്രം മറന്നു. അപ്പം അങ്ങനെ
ഏവം കുടുംബഭരണേ വ്യാപൃതാത്മാ അജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ സ്വാനാം രുദതാം, തൻ്റെ ബന്ധുക്കളെല്ലാം ചുറ്റും കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മ്രിയതേ, മരിച്ചു പോകുന്നു. എന്തായാലും മരിച്ചു പോകും, ഉറപ്പാണ്, മരിച്ചു പോകുന്നു. എങ്ങനെ? ഒരു വേദനയാ അസ്തദീഹി, സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് ബുദ്ധികെട്ടവനായിട്ട്, അസ്തദീഹി, അസ്തമിച്ച ബുദ്ധിയോടുകൂടി, ബോഹാലസ്യം വന്ന് ബോധം കെട്ടവനായിട്ട് മരിച്ചു പോകുന്നു. വേദനയോടുകൂടി, യാതനകളോടുകൂടി ഈ ദേഹത്തിൽ നിന്ന് പ്രാണൻ പുറത്തേക്ക് കടക്കുന്നു. അപ്പൊ ഇങ്ങനെ വയസ്സുകാലത്ത് വിഷമിച്ചുകൊണ്ട് ചക്രശ്വാസം വലിച്ചുകൊണ്ട് ഊർധ്വശ്വാസം വലിച്ച് അവസാനം എന്താ, പ്രാണൻ ശരീരത്തെ വെടിഞ്ഞു പോയി. ഇനി എന്താണ്? ഇനി യമദൂതന്മാര് ഇവന്റെ യാതനാദേഹത്തെ കൊണ്ടുപോവുകയാണ്. എവിടേക്കാ? ഇവൻ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ചിട്ടുള്ള നരകങ്ങളിലേക്ക്. അത് അടുത്ത ശ്ലോകം തൊട്ട് നമുക്ക് കാണാം. മരണാനന്തരം പോകുന്ന യാത്ര നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ത്രികാലജ്ഞന്മാരായ ഋഷീശ്വരന്മാർ നമുക്ക് കാണിച്ചു തരുന്നു. കപില ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു. ഇതാണ് നമ്മുടെ ഗതി. അതുകൊണ്ട് സൽഗതിക്കായിക്കൊണ്ട് നേരത്തെ തന്നെ വേണ്ടതൊക്കെ ചെയ്യൂ. യമദൂതന്മാരുടെ പിടിയിൽ പെടാതിരിക്കാൻ വേണ്ടതൊക്കെ ചെയ്യൂ. അവരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഒരു ദാക്ഷിണ്യവുമില്ല. അവര് ചാട്ടവാറ് കൊണ്ട് അടിച്ച് വലിച്ചഴച്ച് മരുഭൂമിയിലൂടെ ചുട്ടുപഴുത്ത മണലിലൂടെയൊക്കെ വലിച്ചഴച്ചുകൊണ്ട് പോകും. വയ്യാന്ന് പറഞ്ഞ് തളർന്നു കിടന്നാൽ വെള്ളമൊന്നും തരില്ല. അങ്ങനെയുള്ള ആ എന്താ പറയുക, യാത്രയെക്കുറിച്ചും പിന്നെ പോയിട്ട് അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ചും നല്ല ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നതാണ് അടുത്ത ഭാഗം. നമുക്ക് നാളെ കാണാം. ഇന്ന് സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇതൊക്കെ എന്തിനാ നമ്മളിപ്പോ ഇത്രയും വിശദമായിട്ട് കാണുന്നത് എന്ന് വെച്ചാല്, നമ്മൾ ഏതെങ്കിലും യാത്ര പോകുമ്പോ റോഡിലൊക്കെ വഴിയിൽ സിഗ്നലുകൾ ഉണ്ടാവും അല്ലേ? റോഡ് സൈഡ് വളവുണ്ട്, സൂക്ഷിക്കുക. പാലം വരുന്നു, സൂക്ഷിക്കുക. റോഡ് മോശമുണ്ട്, ഗർത്തങ്ങളുണ്ട്, പതുക്കെ പോവുക. ഇങ്ങനെയൊക്കെ ജാഗ്രതാ നോട്ടീസുകൾ കാണും. അത് കണ്ടാൽ നമ്മൾ എന്താവും? വേഗത കുറയ്ക്കും, ജാഗ്രതയോടുകൂടി പോകും. അതുപോലെ ഇപ്പോൾ നമ്മുടെ ജീവിതം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ജീവിത പാതയിൽ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഭാഗവതം, കപിലോപദേശം നമുക്ക് സിഗ്നലുകൾ തരുന്നത്. കണ്ട് മനസ്സിലാക്കി യാത്രയെ വേണ്ട പോലെ ജാഗ്രതയോടെ ക്രമപ്പെടുത്തുക. പ്രിപ്പയർഡായിട്ട് പോവുക, ആപത്തിൽ പെടാതിരിക്കാൻ. അതിനാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് വിഷമിക്കും. ആ വിഷമം ഇല്ലാതിരിക്കാൻ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. നാളെ കാണാം. നാളെ ഇതേ സമയം തന്നെ, വെള്ളിയാഴ്ച.